അപ്പോൾ പ്രിയപ്പെട്ടവരെ, അതൊക്കെയാണ് ഇന്ന് രാവിലെ മുതൽ സംഭവിച്ച വാർത്തകളുടെ സംക്ഷിപ്ത രൂപം. തലക്കെട്ടുകൾ ദാ ഇവിടെ ആരൊക്കെയാണ്? നന്ദനൻ നായരുണ്ട്, ജോസ്വിൻ ജോസഫ്, ഗ്രേസി സെബാസ്റ്റ്യൻ, ജിജു ഡാനിയേൽ, കാക്കു, സുലൈമാൻ അബ്ദുൽ ഖാദർ, ടെസ്സി സെബാസ്റ്റ്യൻ, ലക്ഷ്മി അർച്ചന, ആമിന, ഷമീ സുലൈമാൻ, രാജേന്ദ്രൻ വയല, കീർത്തി ഒക്കെ നമുക്ക് ഗുഡ് ആഫ്റ്റർനൂൺ ഒരിക്കൽ കൂടി പറയുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരിക്കൽ കൂടി സതീഷിനെയൊക്കെ ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവർക്ക് ഒരിക്കൽ കൂടി വെരി ഗുഡ് ആഫ്റ്റർനൂൺ. നന്നായി ഭക്ഷണം കഴിക്കുക, സമാധാനമായി ശാന്തമാക്കി ഇരിക്കുക. നമ്മൾ നേരെ വാർത്തയിലേക്ക്. പക്ഷേ സമാധാനമായി ഇരിക്കുമ്പോൾ പോലും വാർത്തയിൽ നിന്ന് വിട്ടൊരു കളിയില്ല. വാർത്തയിൽ 1.5 മണിക്കൂർ നമ്മൾ വാർത്തായാത്രയിൽ സജീവമായി തുടരുക. ആദ്യ വാർത്ത CPI അകത്തുള്ള ഉണ്ടായി വരുന്ന തർക്കമാണ്. CPIയിൽ പിന്തുടർച്ചാ അവകാശമില്ല എന്ന് മുതിർന്ന നേതാവ് K ഇസ്മയിൽ പറയുന്നു. കാനം രാജേന്ദ്രൻ്റെ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബിനോയ് വിശ്വത്തെ പാർട്ടി സെക്രട്ടറി ആക്കാനുള്ള തീരുമാനത്തോടാണ് വിയോജിപ്പ് അല്ലെങ്കിൽ പ്രതികരണം. കാനം രാജേന്ദ്രൻ്റെ കത്ത് കണ്ടിട്ടില്ല. ഭരണഘടനാനുസൃതമായി പാർട്ടി പ്രവർത്തിക്കേണ്ടതാണ്. താൽക്കാലിക സെക്രട്ടറിയുടെ അടിയന്തര ആവശ്യമുള്ളതായി തോന്നുന്നില്ലെന്നും ഇസ്മായിൽ പറയുന്നു. ചില സഖാക്കൾ ഇത്ര തിരക്ക് പിടിച്ച് കമ്മിറ്റി കൂടേണ്ടതുണ്ടോ, ഇങ്ങനൊരു താൽക്കാലിക സെക്രട്ടറി എടുക്കേണ്ടതുണ്ടോ എന്ന ആശങ്ക ചില സഖാക്കൾ അവിടെ പുറപ്പെടുവിച്ചു എന്ന് പത്രങ്ങളിലും ചാനലുകളിലും കാണാനിടയായതിനെ തുടർന്നാണ് ഞാൻ ആ വിഷയം പറഞ്ഞത്. സാധാരണഗതിയിൽ പാർട്ടി സെക്രട്ടറി ഇല്ലാതാകുമ്പോൾ അത് തിരഞ്ഞെടുക്കേണ്ട ബാധ്യത സംസ്ഥാന കമ്മിറ്റിക്കാണ്. സംസ്ഥാന കമ്മിറ്റി കൂടി തീരുമാനിക്കും. ഉപരി കമ്മിറ്റിക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അവരൊരു നിർദ്ദേശം അവതരിപ്പിക്കാൻ എണ്ണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അത് ചെയ്യാം. അതൊക്കെയാണ് അതിൻ്റെ ഒരു നടപടിക്രമം. അതൊന്നൊന്നില്ലാതെ തിരക്ക് പിടിച്ച് ചെയ്ത് എന്തുകൊണ്ടാണ് എന്നതായിരിക്കും ഒരുപക്ഷേ സഖാക്കൾ ആശങ്ക പുറപ്പെടുവിച്ചിട്ടുണ്ടാവുക. ചില സഖാക്കളുടെ ആശങ്ക പങ്കുവെക്കുകയാണെന്ന് പറഞ്ഞ K ഇസ്മയിൽ സംസ്ഥാന കൗൺസിലിൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മറ്റൊരു പേര് ഉയർന്നു വന്നേക്കാം എന്ന സൂചന നൽകി. ദിലീപ് കുമാർ വിവരങ്ങൾ ചെയ്യുന്നു. ദിലീപ്, കാനം വിട പറഞ്ഞിട്ട് നാട് യാത്രാമണി നൽകിയിട്ട് അധിക നാളായില്ല. എങ്കിൽ കൂടിയും CPIയുടെ പുതിയ സെക്രട്ടറി ആര് എന്നതിനെക്കുറിച്ച് ചില തർക്കങ്ങൾ ഉരുണ്ടുകൂടുന്നുണ്ട്, ചില വിവാദങ്ങൾ കനക്കുന്നുണ്ട്. അതിനുള്ളിൽ ഒരു ചേരിപ്പോരുണ്ട് എന്ന വ്യക്തമായ സൂചനയല്ലേ കാനത്തിൻ്റെ ഇസ്മയിലിൻ്റെ ആ പരസ്യ പ്രതികരണം? ദിലീപ്. ഹാഷ്മി, CPIയിൽ വലിയ തർക്കം ബിനോയ് വിശ്വത്തിന് സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല നൽകിയതുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന് തന്നെയാണ് മുതിർന്ന നേതാവായ K ഇസ്മയിലിൻ്റെ ഈ പ്രതികരണത്തിലൂടെ വ്യക്തമാകുന്നത്. CPI പിന്തുടരുന്ന ഒരു രീതി ഇതല്ല. CPIയിൽ പിന്തുടർച്ചാ അവകാശം എന്നുള്ളത് ഇല്ല. നേരത്തെ കാനം രാജേന്ദ്രൻ ചികിത്സയിലിരിക്കെ തനിക്ക് 3 മാസത്തേക്ക് അവധി നൽകണമെന്നും ബിനോയ് വിശ്വത്തിന് സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല നൽകണമെന്നും ആവശ്യപ്പെട്ട് കേന്ദ്ര നേതൃത്വത്തിന് കത്ത് നൽകിയതായി വാർത്തകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തരത്തിലൊരു കത്ത് തങ്ങളാരും കണ്ടിട്ടില്ല എന്നാണ് K ഇസ്മയിൽ പറയുന്നത്. സംസ്ഥാന കൗൺസിൽ യോഗമാണ് പുതിയ സംസ്ഥാന സെക്രട്ടറിയെ തെരഞ്ഞെടുക്കേണ്ടത്. അതിനു മുമ്പ് തിരക്കിട്ട് ഇത്തരത്തിൽ ബിനോയ് വിശ്വത്തെ സെക്രട്ടറി ആക്കിയതിനോടുള്ള വിയോജിപ്പാണ് ഇപ്പോൾ മറനീക്കി പുറത്തു വന്നിരിക്കുന്നത്. കാനം രാജേന്ദ്രൻ്റെ സംസ്കാര ദിവസം, അതായത് 10-ാം തീയതി സംസ്ഥാന എക്സിക്യൂട്ടീവ് അടിയന്തരമായി ദേശീയ ജനറൽ സെക്രട്ടറി D രാജയുടെ അധ്യക്ഷതയിൽ ചേർന്ന് ബിനോയ് വിശ്വത്തിന് താൽക്കാലിക ചുമതല നൽകുന്നതിനുള്ള തീരുമാനമെടുത്തത്. 28-ാം തീയതി സംസ്ഥാന കൗൺസിൽ യോഗം ചേരാൻ പോവുകയാണ്. സംസ്ഥാന കൗൺസിൽ യോഗം അംഗീകരിക്കുകയാണെങ്കിൽ ബിനോയ് വിശ്വം തന്നെ സെക്രട്ടറി സ്ഥാനത്ത് തുടരുകയും ചെയ്യും. പക്ഷേ ഇപ്പോൾ K ഇസ്മയിൽ സൂചന നൽകിയിരിക്കുന്നത് ആരെങ്കിലും മത്സരരംഗത്ത് വരുമോ എന്ന കാര്യം ഇപ്പോൾ പറയാനാവില്ല എന്നാണ്. ഏതായാലും ഇസ്മയിൽ പക്ഷം മറ്റൊരു ആളെ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ്. പക്ഷേ അത് എത്രത്തോളം വിജയകരമാകും അല്ലെങ്കിൽ എത്ര പേർ ഇതിന് അനുകൂലമായി നിൽക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും 28-ാം തീയതി സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ മത്സരിക്കണോ വേണ്ടയോ എന്നത് സംബന്ധിച്ച ഒരു തീരുമാനത്തിലേക്ക് അന്തിമമായി ഇസ്മയിൽ പക്ഷം എത്തുക. ഏതായാലും കാനം രാജേന്ദ്രൻ നേരത്തെ ചികിത്സയിലിരുന്നപ്പോൾ നൽകിയ കത്തിന് പ്രസക്തിയില്ല. പകരം സംസ്ഥാന കൗൺസിൽ യോഗം ഇക്കാര്യത്തിൽ ഒരു സംസ്ഥാന സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത്. അത് ബിനോയ് വിശ്വമാണെങ്കിൽ അങ്ങനെ, അതല്ല മറ്റാരെങ്കിലും ആണെങ്കിൽ അത് ആ നിലയിൽ സംസ്ഥാന കൗൺസിൽ യോഗമാണ് തീരുമാനമെടുക്കേണ്ടത്. അതിനു മുമ്പ് തിരക്കിട്ട് ഒരു തീരുമാനം സംസ്ഥാന എക്സിക്യൂട്ടീവ് എടുത്തത് ശരിയായില്ല എന്ന നിലപാടാണ് ഇപ്പോൾ K ഇസ്മയിൽ വ്യക്തമാക്കുന്നത്. ഹാഷ്മി, ദിലീപ് കുമാറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്തായാലും CPIയിൽ പുതിയ സെക്രട്ടറി ആര് എന്നത് അത്ര സുഗമമായി ബിനോയ് വിശ്വത്തിന് പദവിയിലേക്ക് വരാൻ കഴിയുമോ എന്ന കാര്യത്തിൽ തർക്കമുണ്ട്. കാര്യം പുതിയ പേര് വരുമോ എന്ന ചോദ്യത്തിന് പുതിയ പേര് വരാനും വരാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് K ഇസ്മയിൽ പറയുന്നുണ്ടെങ്കിൽ ഇസ്മയിൽ പക്ഷം ഒരു മത്സരത്തിന് അവർ തയ്യാറെടുക്കുകയാണ്. പുതിയ പേര് ആര് എന്ന ഇപ്പോൾ പ്രകാശ് ബാബുവിനപ്പുറം പുതിയ പേര് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ VS സുനിൽകുമാറിൻ്റെ പേരാകാം, വേണമെങ്കിൽ ഇടുക്കി മുൻ ജില്ലാ സെക്രട്ടറി KK ശിവരാമൻ്റെ പേരാകാം. അങ്ങനെ കാൻഡിഡേറ്റ്സ് ഉണ്ട്. CPIക്ക് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ട്. എന്തായാലും അത് കുറച്ച് എക്സൈറ്റിങ്ങും ഇൻട്രസ്റ്റിങ്ങും ആകും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. കമലം പറയുകയാണ്, വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന പ്രതിയെ വെറുതെ വിടരുത്, അവന് വധശിക്ഷ കൊടുക്കണം എന്ന് പറയുന്നത് നാടിൻ്റെ പൊതുവികാരമാണ്. അവിടെ പ്രതിഷേധങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട്. ആ പ്രതിഷേധങ്ങൾ കൂടുതൽ ശക്തമാവട്ടെ. കാര്യം പ്രതിഷേധങ്ങൾക്ക് ഒരു തിരുത്തിൻ്റെ ശക്തിയുണ്ട് എന്ന് നമ്മൾ പല സംഭവങ്ങൾ കണ്ടതാണ്. കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടാവട്ടെ എന്നാണ് പറയുന്ന കാര്യത്തിൽ. കണ്ണൂർ പഴയങ്ങാടിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച പ്രതികൾക്ക് സ്വീകരണം എന്ന് പറഞ്ഞാൽ
മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ രക്ഷാപ്രവർത്തകർക്കാണ് സ്വീകരണം. മോചിതരായ 4 ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് സ്വീകരണം ഒരുക്കി. CPIM മാടാ ഏരിയ കമ്മിറ്റിയാണ് സ്വീകരണം ഒരുക്കിയത്. കരിങ്കൊടി പ്രതിഷേധം നടത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ പ്രതികൾ ജാമ്യത്തിലിറങ്ങിയ ഉടനെ രക്ഷാപ്രവർത്തകർക്ക് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ രക്ഷാപ്രവർത്തകർക്ക് സ്വീകരണം നൽകുന്നു. ഓക്കെ, എന്തായാലും കണ്ണൂർ പഴയങ്ങാടിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച പ്രതികൾക്ക് സ്വീകരണം കൊടുക്കുന്നു. ജാമ്യത്തിലിറങ്ങിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് CPIM മാടായി ഏരിയ കമ്മിറ്റിയാണ് സ്വീകരണം ഒരുക്കിയത്. സജോ ദേവസ്യവരുമായി. സജോ, മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ അവർ നടത്തിയത് രക്ഷാപ്രവർത്തനമാണെങ്കിൽ എന്താണ് ജീവൻ രക്ഷ നടത്തിയവർക്ക് സ്വീകരണം കൊടുക്കുന്നതിൽ പിഴവുമില്ല. സജോ. ഹാഷ്മി, രക്ഷാപ്രവർത്തകരെന്ന് ആദ്യം ഇവരെ വിളിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. കല്യാശ്ശേരി മണ്ഡലത്തിൽ നവകേരള സദസ്സിന്റെ പരിപാടി കഴിഞ്ഞ് മടങ്ങവേ നവകേരള ബസ്സിന് നേരെ, അതായത് മുഖ്യമന്ത്രിയും മന്ത്രിമാരുടെ സംഘവും യാത്ര ചെയ്ത ബസ്സിന് നേരെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി വീശിയത്. അതിന് പിന്നാലെ അതിക്രൂരമായ മർദ്ദനമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരിടേണ്ടി വന്നത്. ഹെൽമറ്റും ചെടിച്ചട്ടിയും ഒക്കെ ഉപയോഗിച്ച് ക്രൂരമായി ആക്രമിച്ചു. അവരെയാണ് പിന്നീട് മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തകരെന്ന് വിളിച്ചത്. ഏതായാലും അത് പാർട്ടി കൂടി ഏറ്റെടുക്കുന്നു. പിന്നാലെ തന്നെ ഇവർ അറസ്റ്റിലായിരുന്നു. അതിൽ അറസ്റ്റിലായ 4 പേരാണ് ജയിൽ മോചിതരായ P. ജിതിൻ, K. റമീസ്, GK അനുവിന്ദ്, അമൽ ബാബു. 4 പേർ ഇന്നലെയാണ് ജാമ്യത്തിലിറങ്ങിയത്. ഇന്നലെ വൈകിട്ട് മാടായി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയ സ്വീകരണമാണ് ഇവർക്ക് ഒരുക്കിയത്. രക്തഹാരമൊക്കെ അണിയിച്ച് സ്വീകരിച്ചു. M. വിജിൻ MLA, കല്യാശ്ശേരി MLA സ്ഥലത്തുണ്ടായിരുന്നു, സ്വീകരണം നൽകാൻ വന്നു. മാടായി ഏരിയ സെക്രട്ടറി, അങ്ങനെ പ്രധാനപ്പെട്ട CPIMന്റെ പ്രാദേശിക നേതാക്കൾ, MLA ഒക്കെ അടക്കം ആണ് ഈ പ്രതികളെ സ്വീകരിച്ച് ആനയിച്ചത്. വലിയ പ്രകടനമൊക്കെ അവർ നഗരത്തിൽ നടത്തുകയും ചെയ്തു. ഈ കേസിൽ, അതായത് ഇനിയും ഈ കേസിൽ പ്രതികൾ പിടിയിലാകാനുണ്ട്. മറ്റ് പലരും പിടികൂടി. സംഘം ചേർന്ന് അതിക്രൂരമായ മർദ്ദനം, ആദ്യത്തെ ഏറ്റവും ക്രൂരമായ മർദ്ദനമാണ്. അവരെയാണ് മുഖ്യമന്ത്രി ആദ്യഘട്ടത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം എന്ന് വിശേഷിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. അതിന് പിന്നാലെ അവിടം കൊണ്ടും തീരാതെ ജയിൽ മോചിതരായവർക്ക് വലിയ സ്വീകരണ പരിപാടിയൊക്കെ ഒരുക്കുന്ന കാഴ്ചയും കണ്ടു. അതായത് മൊത്തത്തിൽ ആളുകളെ ഏതെല്ലാം നിലയ്ക്ക് ഈ വിഷയത്തെ CPM കാണുന്നു, അല്ലെങ്കിൽ ജനങ്ങളെ നേരിട്ട് പരിഹസിക്കുന്നു എന്ന് തന്നെ പറഞ്ഞാലും തെറ്റാവില്ല. കാരണം ആ ഇതിലൊരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ, സുധീഷ് എന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ പിന്നീട് വലിയ തോതിൽ ഇപ്പോഴും വിശ്രമത്തിലാണ്. ക്രൂരമായ അതിക്രമം തന്നെയാണ് അന്ന് അഴിച്ചുവിട്ടത്. നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ തന്നെ കേരളത്തിലെ മിക്കവാറും ആളുകളെല്ലാം കണ്ടു കഴിഞ്ഞതാണ്. അതിക്രൂരമായ അതിക്രമമാണ് അഴിച്ചുവിട്ടത്. അതിന് പിന്നാലെയാണ് ഈ കേസിൽ മുഴുവൻ ആളുകളെയും പിടികൂടുന്നതിൽ വീഴ്ചയുണ്ടായി എന്നൊക്കെ ഉള്ള പ്രതിഷേധം കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും ഒക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസവും പഴയങ്ങാടി സ്റ്റേഷനിൽ അതിൻ്റെ ഭാഗമായ പ്രതിഷേധമൊക്കെ നടത്തുകയും ചെയ്തിരുന്നു. ആദ്യഘട്ടത്തിൽ കീഴടങ്ങിയ പ്രതികൾക്കാണ് പിന്നീട് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചത്. അത് കിട്ടിയതിന് പിന്നാലെ ഇവർ പുറത്തിറങ്ങുന്നു. പിന്നീട് CPM ഏരിയ കമ്മിറ്റി തന്നെ മുൻകൈയെടുത്ത്, സാധാരണഗതിയിൽ അവർ DYFI പ്രവർത്തകരാണ്, DYFI ഒരു സ്വീകരണ പരിപാടിയൊക്കെ നടത്തുന്നു അതിൽ നിന്ന് കവിഞ്ഞ് ഏരിയ കമ്മിറ്റി തന്നെ മുൻകൈയെടുത്ത് ഒരു പ്രത്യേക വിപുലമായൊരു സ്വീകരണ പരിപാടി നടത്തുന്നു. അതിൽ MLA തന്നെ മുഖ്യ അതിഥിയായി പങ്കെടുത്തുകൊണ്ട് ആ സ്വീകരണ പരിപാടിക്ക് നേതൃത്വം നൽകുന്നു. ഏരിയ കമ്മിറ്റിയിലെ പ്രധാന നേതാക്കൾ, ഏരിയ സെക്രട്ടറി അടക്കമുള്ള പ്രധാന നേതാക്കൾ എല്ലാവരും വലിയ പരിപാടിയാക്കി പാർട്ടി എന്ന് പറഞ്ഞാൽ ചെടിച്ചട്ടി കൊണ്ടും അതൊക്കെ ആ വിഷയം കണ്ടവർക്കറിയാം. നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ കാണുന്ന തരത്തിലുള്ള ആൾക്കൂട്ടം കൂടി കുറച്ച് ആൾക്കാരെ മർദ്ദിക്കില്ലേ, ആ മോഡൽ രക്ഷാപ്രവർത്തനം നടത്തിയവർക്കാണ് പാർട്ടി വക വളരെ ഗംഭീര സ്വീകരണം. നല്ലത്, നടക്കട്ടെ. ഇവിടെ നന്ദൻ നായർ പറയുന്നു, ഹാഷ്മി ബ്രോ ഷിബിൻ ചേട്ടന് ബർത്ത്ഡേ വിഷസ് കൊടുക്കുമോ? വർഷവും പറയുന്നു, ഇന്ന് എൻ്റെ ഫ്രണ്ട് ഷിബിൻ ബഷീറിൻ്റെ ജന്മദിനമാണ്, ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒന്ന് വിഷ് ചെയ്യണേ. വേറെ പക്ഷേ ആമിനെയും പറയുന്നു, ഹാഷ്മി ബ്രോ ഇന്ന് ഷിബിൻ ബഷീർ ബ്രോയുടെ ബർത്ത്ഡേ ആണ്, ഒന്ന് വിഷ് പറയുമോ പ്ലീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഷിബിൻ ബഷീർ നമ്മുടെ കോട്ടയത്തെ ക്യാമറമാനാണ്, അവൻ പ്രേക്ഷകർക്കിടയിൽ വലിയ പ്രിയങ്കരനാണ്. വലിയ ഇലക്ഷൻ മത്സരിക്കാൻ താല്പര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും സമർത്ഥനായ മിടുക്കനായ ക്യാമറമാനാണ്, നമ്മുടെ ചങ്കാണ്, നമ്മുടെ മുത്താണ്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ഷിബിൻ ബ്രോ, ഷിബിൻ ബഷീർ. ഓക്കെ, അപ്പോൾ നവകേരള സദസ്സിനോടുള്ള സമീപനത്തിൽ കോൺഗ്രസിനെ വിമർശിച്ചും മുസ്ലിം ലീഗിനെ പ്രകീർത്തിച്ചും LDF കൺവീനർ EP ജയരാജൻ. കോൺഗ്രസിലെ ക്രിമിനൽ സ്വഭാവമുള്ളവരാണ് സംഘർഷത്തിന് പിന്നിൽ എന്നതിൽ അപ്പുറം ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ നടക്കുന്നത് ഭീകരപ്രവർത്തനമാണ് എന്നുകൂടി EP ജയരാജൻ കണ്ടെത്തുന്നുണ്ട്. പ്രതിഷേധത്തിനൊപ്പം നിൽക്കാത്ത മുസ്ലിം ലീഗ് ശരിയായ നിലപാട് സ്വീകരിക്കുന്നുവെന്നും EP ജയരാജൻ പറഞ്ഞു. ഇത് കോൺഗ്രസിന്റെ കരിങ്കൊടി പ്രകടനമായിരിക്കും. ആളെ കിട്ടാനില്ല. ആരും ഇത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളിൽ കോൺഗ്രസ്സുകാരും മുമ്പോട്ട് വരില്ല എന്നുള്ളതാണ് അവരുടെ തന്നെ അനുഭവം. മുസ്ലിം ലീഗ് ശക്തമായി ഈ നടപടിയെ അപലപിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് ഈ നടപടിയോടൊപ്പമില്ല. അവർ കേരളത്തിൻ്റെ വികസനങ്ങളിലും കാര്യങ്ങളിലും കേരള താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നല്ല നിലപാട് സ്വീകരിക്കാം എന്ന് മുസ്ലിം ലീഗിൻ്റെ സമുന്നത നേതാവ് തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിം ലീഗുകാരൊന്നും ഇതിവരുടെ പിന്നാലെ പോകുന്നില്ല. ഇത് കോൺഗ്രസിനകത്തുള്ള ക്രിമിനൽ സ്വഭാവമുള്ള ചില ആളുണ്ട്, അവരിങ്ങനെ കല്ലും പൊറുക്കി നടക്കുകയാണ്. അവരത് നിർത്തുന്നതാണ് നല്ലത്.
എന്തായാലും കേന്ദ്ര അവഗണനയ്ക്കെതിരായ സംയുക്ത നീക്കത്തെ പിന്തുണയ്ക്കുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാടിനെ ഇ പി ജയരാജൻ സ്വാഗതം ചെയ്തു. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ വെച്ചിരുന്നത്. അരുൺ, ഇ പി ജയരാജൻ സമാന പ്രതികരണങ്ങൾ നേരത്തെ നടത്തിയിട്ടുള്ള ആളാണ്. കറുപ്പ് മാസ്ക് ഒക്കെ ധരിക്കുന്നത് ഇത്ര നിർബന്ധം എന്തിനാണ് എന്നൊക്കെ അന്നത്തെ കറുപ്പ് കാലത്ത് ചോദിച്ച ആളാണ്. ഇപ്പോൾ ഭീകരപ്രവർത്തനം എന്ന് പറയുകയാണ് ഇ പി. അരുൺ. ഹാഷ്മി, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെ അതിരൂക്ഷമായി LDF കൺവീനർ വിമർശിക്കുന്നു. പ്രതിഷേധങ്ങൾ ഭീകരപ്രവർത്തനമാണ്, എന്തെങ്കിലും ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു കൃത്യമായ മുദ്രാവാക്യം അത്തരം പ്രതിഷേധങ്ങൾക്കില്ല എന്ന് ഇ പി ജയരാജൻ പറയുന്നു. എന്നാൽ അത് കോൺഗ്രസിന്റെ മാത്രം ക്രിമിനൽ പ്രവർത്തനമാണ്, മുസ്ലിം ലീഗിന് അത്തരത്തിലൊരു നിലപാടില്ല എന്ന് ഇ പി ജയരാജൻ പറയുന്നതിൽ അതിലൊരു രാഷ്ട്രീയ നീക്കമുണ്ട്, രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നത് വ്യക്തമാണ്. നമുക്കറിയാം, ഇന്നലെ പി കെ കുഞ്ഞാലിക്കുട്ടി നമുക്ക് 24 അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ ഈ കേന്ദ്ര സർക്കാരിൽ നിന്ന് കൃത്യമായ കേരളത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിൽ യോജിച്ച് മുന്നോട്ട് പോകാം, ആ കേന്ദ്ര വിഹിതം വാങ്ങിയെടുക്കുന്നതിൽ യോജിച്ചുള്ള ഒരു നീക്കമാണ് ആവശ്യമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചിരുന്നു. അതിന് പിന്നാലെ രാഷ്ട്രീയ പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ അതിനെ സ്വാഗതം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് LDF കൺവീനർ കൂടി അതിനെ സ്വാഗതം ചെയ്യുന്നത്. മുസ്ലിം ലീഗ് നേതൃത്വത്തിൻ്റെ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ശരിയായ നിലപാടാണ്, കൃത്യമായ കേരള താല്പര്യത്തിനൊപ്പമുള്ള നിലപാടാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഒരു വശത്ത് കോൺഗ്രസ് നേതാക്കളെ അതിരൂക്ഷമായി വിമർശിച്ച് മുന്നോട്ട് പോകുന്നു എന്നത് അതിനൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നത് വ്യക്തമാണ്. സമീപകാലത്ത് മുസ്ലിം ലീഗ് ഇടതുമുന്നണിയോട് അടുക്കുന്നു എന്ന തരത്തിൽ രാഷ്ട്രീയമായ വലിയ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ അത്തരം നീക്കങ്ങൾക്ക് ഇടതുമുന്നണിയുടെ മുന്നിൽ ഒരു വാതിൽ തുറക്കുന്ന സാഹചര്യമാണ് ഇന്നലെ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയ നീക്കം കൂടുതൽ സജീവമാക്കുക, മുഖ്യമന്ത്രിക്ക് പിന്നാലെ അതിൽ LDF കൺവീനർ കൂടി അത്തരത്തിലൊരു പ്രതികരണം നടത്തുമ്പോൾ അതൊരു രാഷ്ട്രീയ തീരുമാനമാണ്, രാഷ്ട്രീയ നീക്കമാണ്. അത്തരമൊരു നീക്കത്തിന് വാതിൽ തുറക്കുന്ന ഒരു പ്രതികരണമാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്തുണ്ടായത്. കൂടുതൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാവുകയും ചെയ്യും. ആഷ്മി. അരുൺ പൂപ്പറമ്പയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകി. ഇന്നലെ ദീപക് ധർമ്മടത്തിന് കൊടുത്ത അഭിമുഖത്തിലാണ് കേന്ദ്രത്തിനെതിരായ സമരത്തിൽ, അല്ലെങ്കിൽ നമുക്ക് ഫണ്ടുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഫണ്ടുമായി ബന്ധപ്പെട്ട സമരത്തിൽ വേണമെങ്കിൽ കൈകോർക്കാൻ തയ്യാറാണ് ലീഗ് എന്ന കുഞ്ഞാലിക്കുട്ടി പ്രതികരണം. അത് വലിയ രാഷ്ട്രീയ പ്രതികരണങ്ങൾക്കും ചർച്ചകൾക്കും കാരണമാകുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ളവർ അതിനെ സ്വാഗതം ചെയ്യുന്നുണ്ട്. അതിന് തുടർച്ചയിലാണ് ഇ പി ജയരാജൻ്റെ ആ വിഷയത്തിലെ പ്രതികരണം. ഇവിടെ ഒരു പ്രേക്ഷകൻ രഘുനന്ദനും പറയുന്നു, തേവലക്കരയിലെ അധ്യാപികയെ പിരിച്ചുവിടാൻ സ്കൂൾ അധികൃതർ വേഗത്തിലെടുത്ത തീരുമാനം വളരെ നല്ല കാര്യമാണ് എന്ന് പറയുന്നു. സ്കൂളിൽ അങ്ങനെയല്ല തീരുമാനിക്കാൻ കഴിയില്ല, കാര്യം ദൃശ്യങ്ങളടക്കം പുറത്തേക്ക് വന്നതാണ്. അങ്ങേയറ്റം ക്രൂരമായ ഒരു മനുഷ്യൻ ഇത്രത്തോളം ക്രൂരമാകാൻ കഴിയുമോ എന്ന തരത്തിൽ തോന്നലുണ്ടാക്കുന്ന ഒരു ദൃശ്യമാണ് ആ വലിയ വയോധികയായ അമ്മയെ പിടിച്ച് ഒരു മയവുമില്ലാതെ പിടിച്ച് തള്ളിയിടുന്ന ആ ദൃശ്യങ്ങൾ. ആ ദൃശ്യമെടുത്ത ആൾക്കെതിരെ ഒക്കെ വിമർശനം ഉയരുന്നുണ്ടെങ്കിൽ കൂടിയും കഴിഞ്ഞ ദീർഘനാളായി തുടരുന്ന മർദ്ദനം, കൊടിയ പീഡനം, ഒരുപക്ഷെ ജീവഹാനിയിലേക്ക് വരെ എത്തിയേക്കാവുന്ന, കൊന്നുകളഞ്ഞേക്കാവുന്ന ഒരു സംഭവം, അത് പുറം ലോകത്തേക്ക് എത്തിയത് ആ ദൃശ്യങ്ങൾ കൂടിയാണ് എന്നുകൂടി മറന്നുകൂടാ. എന്തായാലും ആലപ്പുഴയിലെ വിവാദങ്ങൾക്കിടെ നവകേരള സദസ്സ് പര്യടനം ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കും. കോടതി ഇടപെടലുകൾക്കും പരാതികൾക്കും പിന്നാലെ കൊല്ലം കടക്കൽ ക്ഷേത്ര മൈതാനത്തെയും ചക്കുവള്ളിയിലെയും നവകേരള സദസ്സ് വേദികൾ മാറ്റി. കായംകുളത്ത് നടന്ന നവകേരള സദസ്സിൽ UDF പഞ്ചായത്ത് അംഗം പങ്കെടുക്കുകയും ചെയ്തു. തോട്ടപ്പള്ളി വിവാദവും സംഘർഷങ്ങളും സജീവ ചർച്ചയായ ആലപ്പുഴ ജില്ലയിലെ നവകേരള സദസ്സ് വൈകിട്ട് 4:30 ചെങ്ങന്നൂരിൽ നടക്കുന്ന പൊതുയോഗത്തോടെ അവസാനിക്കും. 6 മണിക്ക് തിരുവല്ലയിലെ പൊതുയോഗത്തോടെ നവകേരള സദസ്സ് പത്തനംതിട്ട ജില്ലയിലേക്ക് കടക്കും. ശബരിമലയിലെ തിരക്കുൾപ്പെടെ പത്തനംതിട്ട ജില്ലയിൽ ചർച്ചയാകും. BJP പ്രതിഷേധത്തിനും സാധ്യതയുണ്ട്. കായംകുളത്ത് നടന്ന പൊതുയോഗത്തിൽ കൃഷ്ണപുരം പഞ്ചായത്ത് UDF അംഗം റസീന ബദറാണ് പങ്കെടുത്തത്. മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയാണ് റസീന. അതിനിടെ പരാതികൾക്ക് പിന്നാലെ കൊല്ലം ജില്ലയിലെ നവകേരള സദസ്സ് നടക്കേണ്ട 2 വേദികൾ മാറ്റി. ദേവസ്വം ബോർഡ് ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയതിന് പിന്നാലെയാണ് ചക്കുവള്ളി ക്ഷേത്ര മൈതാനത്ത് നിന്നും വേദി മാറ്റിയത്. കടക്കൽ ക്ഷേത്രത്തിൽ വേദിയാക്കിയതിനെതിരെയുള്ള കേസ് തിങ്കളാഴ്ച കോടതി പരിഗണിക്കാനിരിക്കെയാണ് ഇവിടുത്തെയും വേദി മാറ്റി പുതിയ സ്ഥലം കണ്ടെത്തിയത്. 24 ആലപ്പുഴ. സംസ്ഥാനത്ത് ഇന്നും നാളെയും മഴ കനക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. നാളെ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും അതിശക്ത മഴയ്ക്കാണ് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ടുമുണ്ട്. അപ്പോൾ അത്യാവശ്യം മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഒന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു കുടയൊക്കെ ഒന്ന് കരുതി വെക്കുക. SFI ഗവർണറും നേർക്കുനേരാണ്. സർവകലാശാലകളിൽ കാലുകുത്തില്ല ഗവർണർ എന്ന് SFI വെല്ലുവിളിക്കുന്നു. കാലുകുത്തും, തടഞ്ഞാൽ പുറത്തിറങ്ങും എന്ന് വെല്ലുവിളിക്കുന്നു ഗവർണറും. എന്തായാലും അത് നേർക്കുനേർ പോരിലേക്ക്. SFIയുടെ പ്രതിഷേധങ്ങളെ വകവെക്കില്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് താമസത്തിനായി കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസ് തെരഞ്ഞെടുത്തതെന്നും ഗവർണർ പറഞ്ഞു.
ആരിഫ് മുഹമ്മദ് ഖാനെ ക്യാമ്പസിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് SFI. SFIയുടെ പ്രതിഷേധങ്ങളെ വെല്ലുവിളിച്ച് സർവകലാശാലയിൽ കയറുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഗവർണർ. പരിപാടികളെല്ലാം നിശ്ചയിച്ച പോലെ നടക്കും. പ്രതിഷേധക്കാരെ നേരിടേണ്ടി വന്നാൽ കാറിന് പുറത്തിറങ്ങുമെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ വെല്ലുവിളി. But if you come near my car, I will stop it and get down. I was going to stay in government guest house, but then I was told that they have said they won't allow me to enter the university. I said, change the program, I will stay in the university campus. ഇന്ന് വൈകിട്ടാണ് ഗവർണർ സർവകലാശാല ക്യാമ്പസിലെത്തുക. നേരത്തെ കോഴിക്കോട് ഗസ്റ്റ് ഹൌസിലേക്ക് പോകാൻ നിശ്ചയിച്ച ഗവർണർ താമസം പിന്നീട് സർവകലാശാല ഗസ്റ്റ് ഹൌസിലേക്ക് മാറ്റുകയായിരുന്നു. 3 ദിവസം ഗവർണർ ഇവിടെ തങ്ങും. സർവകലാശാല കവാടത്തിൽ ചാൻസലർ ഗോ ബാക്ക് മുദ്രാവാക്യങ്ങളോടെ കറുത്ത ബാനറുകൾ ഉയർന്നു കഴിഞ്ഞു. SFI സംസ്ഥാന സെക്രട്ടറി PM ആഷോയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ ഇന്നലെ രാത്രി തന്നെ ബോയ്സ് ഹോസ്റ്റലിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകരെ ഇറക്കി പ്രതിഷേധം കടുപ്പിക്കാനും SFI പദ്ധതിയിടുന്നുണ്ട്. ഞങ്ങൾ ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യം രാഷ്ട്രീയ മുദ്രാവാക്യമാണ്. അത് ഞങ്ങളുടെ പൊളിറ്റിക്കൽ നിലപാടാണ്. ആ പൊളിറ്റിക്കൽ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ സമരത്തെ അതിൻ്റെ അവസാന ഘട്ടം വരെ തുടർന്നു കൊണ്ടുപോകുന്നതിനുള്ള കരുത്ത് കേരളത്തിൽ SFIക്കുണ്ട്. അത് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അതിൻ്റെ അപ്പുറമുള്ള വെല്ലുവിളികൾ അദ്ദേഹം ആവർത്തിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കട്ടെ. കാലിക്കറ്റ് സർവകലാശാലയുടെ സനാതന ധർമ്മപീഠം ചേർന്ന് നടത്തുന്ന പരിപാടി തിങ്കളാഴ്ച നിശ്ചയിച്ച പോലെ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഗവർണർ ഉദ്ഘാടനം റിലീസ് ചെയ്യാമെന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ്. അത് അന്ന് അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല. അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം നേരത്തെ നമുക്ക് തന്ന ഒരു ഡേറ്റാണിത്. ജസ്റ്റ് ഈ SFI ഒക്കെ അദ്ദേഹത്തെ തടയുന്നതിൻ്റെ തൊട്ട് തലേ ദിവസമാണ് ഈ ചാൻസലർ നമുക്ക് ഈ ഒരു ഡേറ്റ് തന്നത്. മലപ്പുറം SP S ശശിധരന്റെ നേതൃത്വത്തിലാണ് സർവകലാശാലയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ. 24 മലപ്പുറം. ഇപ്പോൾ PM ആർഷ പറയുകയാണ്, ഗവർണർ കീലേരി അച്ചുവായി മാറി. ഗവർണറുടെ പ്രകോപനത്തിൽ SFI വീഴില്ല. പ്രതിഷേധം ജനാധിപത്യപരമായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു നടക്ക് പോവില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ SFI വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. ഗവർണർ അതിലപ്പുറം വെല്ലുവിളി ഒക്കെയായി നിൽക്കുന്നു. അപ്പോൾ എന്തും സംഭവിക്കാം എന്നൊരു സാഹചര്യമുണ്ട്. എന്തായാലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഉണ്ട്. എന്താകും എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. തന്നെ പറയുകയാണ്, ആ അമ്മയെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ അമ്മയെ കാണുന്ന പോലെ തോന്നി. പെട്ടെന്ന് അവരെ ആ സ്ത്രീ തള്ളിയിട്ടപ്പോൾ ഹൃദയം നുറുങ്ങിയ വേദന തോന്നി. ഞെട്ടലും. വയസ്സായവരോട് ഇങ്ങനെ പെരുമാറുന്ന എല്ലാവർക്കും വാണിംഗ് ആവട്ടെ ശിക്ഷ. മഞ്ജു തോമസ് എന്ന് പറയുന്ന അധ്യാപിക ആണെന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഇവർ പഠിപ്പിച്ച ആ കുട്ടികളോട് ഇവർ കാണിക്കുന്ന എന്തൊക്കെയായിരിക്കും കാണിക്കുക എന്നുള്ളത് ആർക്കറിയാം. എന്തായാലും ഈ പറയുന്ന പോലെ ആ ദൃശ്യം കണ്ടവർക്കൊക്കെയും ആ തെള്ളിയിടുന്ന നിമിഷമുണ്ടായി ഞെട്ടൽ പറഞ്ഞറിയിക്കാനാവത് അയ്യോ എന്നൊരു വല്ലാത്ത ആദി ഒരാളൽ നെഞ്ചിലുണ്ടായിട്ടുണ്ട്. അങ്ങനെ മനസ്സിലാളാത്തവർ മനുഷ്യരാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും അർഹിക്കുന്ന മാതൃകാപരമായ ശിക്ഷ കിട്ടട്ടെ ഈ പറയുന്ന അധ്യാപിക എന്ന വാക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്ന് അറിയില്ല. ഈ പറയുന്ന ആൾക്ക് എന്നേ അതിൽ പ്രതീക്ഷിക്കാനുള്ളൂ. ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ച ഗവർണറുടെ നടപടി കോടതിയിൽ ചോദ്യം ചെയ്യാം എന്ന് സർക്കാർ നിയമോപദേശം. നേരത്തെ ഒപ്പിട്ട ഓർഡിനൻസുകൾ ബില്ലുകളായി എത്തിയപ്പോൾ രാഷ്ട്രപതിക്ക് അയച്ചത് മറ്റു താല്പര്യങ്ങൾ കൊണ്ടാകാം. ഇക്കാര്യം സുപ്രീം കോടതിയെ അറിയിക്കാം എന്നാണ് മുതിർന്ന അഭിഭാഷകരായ ഫാലിയസ് നരിമാൻ, KK വേണുഗോപാൽ എന്നിവരുടെ നിയമോപദേശം. VA ഗിരീഷ് ചേർന്നു. ഗിരീഷ്, അടുത്ത കാലത്ത് സുപ്രീം കോടതിയിൽ സർക്കാർ അനുകൂലമായിരുന്നു പല വിധികൾ. മാത്രമല്ല കേരളത്തിലെ മാത്രമല്ല പഞ്ചാബിലെ അടക്കം ഗവർണർമാർക്ക് രൂക്ഷ വിമർശനങ്ങൾ സുപ്രീം കോടതിയിൽ നിന്ന് കേൾക്കുന്നുമുണ്ട്. ആ ഒരു കോൺഫറൻസിൽ നിന്ന് കൂടിയല്ലേ ആ നിയമോപദേശത്തെ സർക്കാർ കാണുന്നത്? ഗിരീഷ്. ഹാഷ്മി, ബില്ലുകൾ ഗവർണർ ഒപ്പിടാതെ രാഷ്ട്രപതിക്ക് അയച്ച നടപടിയിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നിയമോപദേശം തേടിയത്. കാരണം ഈ കേസ് ഇപ്പോഴും സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ഹർജി പുതുക്കി നൽകാൻ സംസ്ഥാന സർക്കാരിന് കോടതി അനുവാദവും നൽകിയിരുന്നു. സ്വാഭാവികമായും ഗവർണർ ഇത്തരത്തിൽ ബില്ലുകൾ ഒപ്പിടാതെ രാഷ്ട്രപതിക്ക് അയച്ചത് മറ്റെന്തോ തരത്തിലുള്ള ഒരു കാരണം കൊണ്ടാകാം എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാരിന് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം. ഇങ്ങനെ ഒരിക്കലും ഗവർണർ ചെയ്യാൻ പാടില്ലെന്നും ഗവർണർ ഇത് ഒപ്പിടണം, കാരണം ഇത് രാഷ്ട്രപതിയുടെ പരിഗണനയിൽ വരുന്ന ബില്ലുകളല്ല എന്നുമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് നിയമോപദേശം ലഭിച്ചിരിക്കുന്നത്. ഈ ബില്ലുകൾ ഒപ്പിടാതെ രാഷ്ട്രപതിക്ക് അയച്ചത് തെറ്റാണ്. അതോടൊപ്പം ഈ ഏറ്റവും കൂടുതലായിട്ടുള്ള ബില്ലുകൾ സർവകലാശാലയുമായി ബന്ധപ്പെട്ടതാണ്, സർവകലാശാലയിലെ വിവിധ നിയമനിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഈ ബില്ലുകൾ നേരത്തെ ഓർഡിനൻസായി ഗവർണർക്ക് അയച്ചപ്പോൾ ഗവർണർ ഇതിൽ ഒപ്പിട്ടിരുന്നു. ഈ ഓർഡിനൻസിൽ നിന്ന് യാതൊരു മാറ്റവും ഇല്ലാതെയാണ് ഇപ്പോൾ ബില്ലുകൾ തയ്യാറാക്കിയിരിക്കുന്നതും. എന്നിട്ടും ഗവർണർ ഇതിൽ ഒപ്പിടുന്നില്ല എന്നുള്ളതാണ് ഈ നിയമോപദേശത്തിൽ ഏറ്റവും വ്യക്തമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഗവർണറുടെ ഈ നടപടിയും സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം. അടുത്ത സിറ്റിംഗിൽ ഈ കേസ് അടുത്ത തവണ കേസെടുക്കുമ്പോൾ സംസ്ഥാന സർക്കാർ ഇക്കാര്യം സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. ഹാഷ്മി. VA ഗിരീഷാണ്. നേരത്തെയൊക്കെ കോടതിയിലേക്ക് പോകുമ്പോൾ കോടതിയും എന്തെടുക്കുകയായിരുന്നു ഇത്ര നാൾ ഒപ്പിടാതെ എന്നടക്കം ഗവർണറോട് ചോദിച്ചിരുന്നു. മറ്റേ പഞ്ചാബ് ഗവർണർക്കെതിരായ വിധി ഒന്ന് വായിച്ച് മനസ്സിലാക്കൂ എന്നതടക്കം
സുപ്രീം കോടതിക്ക് ആ വിഷയത്തിൽ അതിനിശ്ചിതമായ വിമർശനം ഗവർണർക്കെതിരെ ഉയർത്തിയതാണ്. ഒരുപക്ഷെ ആ കോൺഫറൻസിൽ നിന്നുകൂടി ആ നിയമോപദേശത്തെ സർക്കാർ കാണുകയും കേൾക്കുകയുമാണ്. മലപ്പുറം മഞ്ചേരി ചെട്ടിയങ്ങാടിൽ വീണ്ടും അപകടമെന്ന് പറയുന്നു. അരീക്കോട് ഭാഗത്തു നിന്ന് മഞ്ചേരി പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട കാറ് എതിർദിശയിൽക്കാർ ഡിവൈഡറിൽ ഇടിച്ചു നിന്നു. കാറിലുണ്ടായിരുന്നവരുടെ പരിക്ക് ഗുരുതരമല്ല, ഭാഗ്യം. നേരത്തെ ഇപ്പോൾ നടന്ന അപകടത്തിൽ 250 മീറ്റർ മാറിയാണ് അപകടം എന്ന് പറയുന്നത്. അവിടെ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. മഞ്ചേരി ഇന്ന് കണ്ണുനീരിലാണ്. അവിടെ മരണപ്പെട്ടവരെ യാത്ര അയക്കുന്ന വലിയ വേദനയിലുമാണ് ആ നാട്. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വെരി ഗുഡ് ആഫ്റ്റർനൂൺ. പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ ഭക്ഷണം കഴിക്കാൻ ഒക്കെ ഒരുക്കത്തിലാണ് എന്നറിയാം. കഴിക്കാത്തവർ പെട്ടെന്ന് കഴിക്കുക. നമ്മൾ നേരെ ആ വാർത്തയിലേക്ക്. വണ്ടിപ്പെരിയാറിൽ നമ്മൾ കണ്ടു ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊന്നു കെട്ടിത്തൂക്കി കൊന്നു കളഞ്ഞൊരു കുഞ്ഞിൻ്റെ പ്രതി, കേസിലെ പ്രതിയെ വെറുതെ വിട്ട കോടതി വിധി നൈരാശ്യത്തോടെ കേരളം കേട്ടതാണ്. ആ കുഞ്ഞിന് നീതി കിട്ടിയേ മതിയാകൂ. വണ്ടിപ്പെരിയാർ പോക്സോ കേസിലെ വിധിക്കെതിരെ പ്രത്യക്ഷ സമരവുമായി 6 വയസ്സുകാരിയുടെ മാതാപിതാക്കൾ. വിധി റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് വായ മൂടിക്കെട്ടി മാർച്ച് നടത്തി. കേസിൽ ബാഹ്യശക്തികളുടെ ഇടപെടൽ ഉണ്ടായെന്ന് CPI ആരോപിച്ചു. 6 വയസ്സുകാരിയുടെ മാതാപിതാക്കളുടെ പ്രതിഷേധത്തിനൊപ്പം നാട്ടുകാരും തൊഴിലാളികളും ചേർന്നു. കോടതി വിധി റദ്ദ് ചെയ്യണമെന്നും പുനരന്വേഷണം നടത്തണമെന്നുമാണ് ആവശ്യം. പ്രതികളെ വെറുതെ വിട്ട് അങ്ങനെയാണ് നടന്നത്. അപ്പോൾ അവർ വീണ്ടും ഇത് അന്വേഷണത്തിലൂടെ പോയി ഈ ജഡ്ജിമെൻറ്റിനെ റദ്ദ് ചെയ്തിട്ട് പ്രതിയെ വീണ്ടും അറസ്റ്റ് ചെയ്തുകൊണ്ട് അവരിപ്പോൾ കേസ് നടക്കുകയാണ്. അപ്പോൾ ആ രീതിക്ക് പോകണമെന്നാണ് നമ്മുടെ കുടുംബാംഗങ്ങളും ഞങ്ങളും കൂടെ ആഗ്രഹിക്കുന്നത്. കേസിൽ ബാഹ്യ ഇടപെടലുണ്ടായെന്ന ആരോപണവുമായി CPI നേതാക്കളും രംഗത്തെത്തി. പുനരന്വേഷണം വേണമെന്ന് CPI ജില്ലാ സെക്രട്ടറി K സലീംകുമാർ ആവശ്യപ്പെട്ടു. ഒന്ന്, ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിധി അത് റദ്ദ് ചെയ്യാൻ കഴിയുമെങ്കിൽ ഹൈക്കോടതിയെ കൊണ്ട് അത് റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെടണമെന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. 2, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ തന്നെ ഈ കേസ് ഒരു പുനരന്വേഷണം നടത്തി കുറ്റവാളിയെ ശിക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടി ഉണ്ടാകണം. ആലുവയിൽ അദൃശ്യ ശക്തികൾ ഉണ്ടായിരുന്നില്ലെന്നും വാളയാറും വണ്ടിപ്പെരിയാറും ചോദ്യചിഹ്നമാവുകയാണെന്നും CPI ഇടുക്കി ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പ്രിൻസ് മാത്യു ഫേസ്ബുക്കിൽ കുറിച്ചു. വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ പ്രതിയെ വെറുതെ വിട്ട വിചാരണ കോടതി വിധിക്കെതിരെ അടുത്തയാഴ്ച ആദ്യം പ്രോസിക്യൂഷൻ അപ്പീൽ നൽകും. ഇതിനായി കേസ് സംബന്ധിച്ച ഫയലുകൾ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന് കൈമാറും. 24 ഇടുക്കി. നമ്മൾ കണ്ടതാണ് ആ കോടതി വിധി. വായിച്ചാൽ 8, 1, 2, 3, 4, 5, 6, 7, 8 എന്നിങ്ങനെ പോലീസ് നടത്തിയ അതിഗുരുതരമായ കൊടിയ വീഴ്ചകൾ എന്ന് പറഞ്ഞാൽ വലിയ അലംഭാവം കോടതി അക്കമിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു പരിഗണന എന്ന് പറഞ്ഞാൽ കേസിൻ്റെ ബേസിക് തെളിവുകൾ പോലും ശേഖരിച്ചില്ല, ഇല്ലാതാക്കപ്പെട്ട തുടങ്ങിയ കാര്യങ്ങൾ കോടതി പറയുകയായിരുന്നു. അപ്പോൾ അതിനി അതെന്താണ് അതൊരു പെർമനന്റ് ലോസ് എന്ന് തന്നെ പറയേണ്ടി വരും ആ തെളിവുകൾ. അതിനി എങ്ങനെയാണ് തിരിച്ചെടുക്കുക എന്ന കാര്യത്തിലൊക്കെ ആലോചനകൾ ഉണ്ടാവണം. നീതി കിട്ടണമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. എന്തായാലും അതിലെ പ്രതിഷേധങ്ങൾ കൂടുതൽ ശക്തമാകട്ടെ. എന്തായാലും പോലീസ് വീഴ്ചയ്ക്കെതിരെ സംസ്ഥാന പോലീസ് മേധാവിയുടെ വസതിയിൽ കയറി മഹിളാ മോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധം. ഗേറ്റ് തള്ളി തുറന്നാണ് പ്രവർത്തകർ അകത്ത് കയറിയത്. പോലീസ് ആസ്ഥാനത്തേക്ക് മഹിളാ മോർച്ച പ്രതിഷേധ മാർച്ച് നടത്തി. രാവിലെ 9:30ഓടെയാണ് 5 വനിതാ മോർച്ച പ്രവർത്തകർ പരാതി നൽകാനെന്ന് പറഞ്ഞ DGPയുടെ വസതിക്ക് മുമ്പിലെത്തിയത്. പിന്നാലെ ഗേറ്റ് തള്ളി തുറന്ന് വസതിയുടെ അകത്തേക്ക് കയറി. വനിതാ പോലീസുകാർ ഇല്ലാത്തതിനാൽ പ്രതിഷേധക്കാരെ തടയാനായില്ല. പിന്നീട് മ്യൂസിയം സ്റ്റേഷനിൽ നിന്നും വനിതാ പോലീസിനെ എത്തിച്ചാണ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത്. DGP വസതിക്കുള്ളിലുള്ളപ്പോഴായിരുന്നു പ്രതിഷേധം. പ്രവർത്തകർ DGPയുടെ ഔദ്യോഗിക വസതിക്കുള്ളിൽ കയറിയത് വലിയ സുരക്ഷാ വീഴ്ചയെന്നാണ് വിലയിരുത്തൽ. വസതിയുടെ സുരക്ഷാ ചുമതല റാപ്പിഡ് റെസ്പോൺസ് ടീമിനാണ്. സംഭവത്തെ തുടർന്ന് DCPയെയും മ്യൂസിയം SHOയെയും DGP വിളിച്ചു വരുത്തി. DGPയുടെ വസതിയിലെ പ്രതിഷേധത്തിന് പിന്നാലെയാണ് പോലീസ് ആസ്ഥാനത്തേക്കും പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. പ്രതിഷേധക്കാർ ബാരിക്കേഡ് മറികടന്ന് പോലീസ് ആസ്ഥാനത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചെങ്കിലും പോലീസ് പ്രവർത്തകരെ തടഞ്ഞു. പിന്നീട് പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി. 24 തിരുവനന്തപുരം. ഫറോക്കിനും കല്ലായ്ക്കും ഇടയിൽ റെയിൽവേ ട്രാക്കിൽ അറ്റകുറ്റപ്പണി നടക്കുകയാണ്. അപ്പോൾ ഇന്നും നാളെയും ചൊവ്വാഴ്ചയും ചില ട്രെയിനുകൾ വൈകും. ഇന്ന് വൈകുന്നവ ട്രെയിൻ നമ്പർ 12-602 മംഗലാപുരം ചെന്നൈ മെയിൽ 1 മണിക്കൂർ വൈകുന്നു. 163-48 മംഗലാപുരം തിരുവനന്തപുരം എക്സ്പ്രസ് 40 മിനിറ്റ് വൈകുന്നു. 163-35 ഗാന്ധിധാം നാഗർകോവിൽ 30 മിനിറ്റ്. കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ് 20 മിനിറ്റും വൈകി ഓടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ട്രെയിൻ യാത്രികരായ പ്രേക്ഷകർ അറിവിലേക്ക് പറഞ്ഞു എന്നുള്ളൂ. മനോജ് കുമാർ കെ, ചവിട്ടിയ തെറ്റാണ്. പക്ഷേ യംഗപരിവഹൻ എന്തിനാണ് ഇത്രയും വലിയ വാഹനത്തിന് നേരെ അടുത്ത് ചെല്ലുന്നത്? ഡ്രൈവർ കാണാൻ പോലും പറ്റത്തില്ല. ഒരുപക്ഷെ പോലീസ് മാറ്റിയില്ലായിരുന്നുവെങ്കിലെന്ന് പറയുന്നു തോമസ് മാത്യു. പ്രതിഷേധിക്കാനും പ്രതിരോധിക്കാനും അവകാശമില്ല, ആശ്വി ചോദിക്കും. നേരത്തെയും
ഒന്ന് രണ്ട് പ്രേക്ഷകർ മുകളിൽ ചോദിച്ചു അംഗപരിമിതന് വീട്ടിലിരുന്നുകൂടെ. ചേട്ടാ, അംഗപരിമിതനാണെങ്കിൽ എന്തുകൊണ്ട് പ്രതിഷേധിച്ചുകൂടാ എന്നുണ്ടോ? രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൂടാന്നുണ്ടോ? കരിങ്കൊടി പിടിച്ചുകൂടാന്നുണ്ടോ? അവിടെ പോലീസുണ്ട്, പോലീസ് പിടിച്ചു മാറ്റുകയും ചെയ്യാം. നമ്മൾ പറയുന്നത് അങ്ങനെ പിടിച്ചു മാറ്റിയ ഒരാളോട് അംഗപരിമിതനാണ് എന്നൊരു ദയ രാഷ്ട്രീയ ഭേദമന്യേ കാണിക്കേണ്ടതല്ലേ? ഉടനെ പുറത്തുപോയി നടുവിന് ചവിട്ടുക എന്ന് പറഞ്ഞാൽ എന്ത് രാഷ്ട്രീയമാണ് അത്? അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട കാണുമ്പോൾ സങ്കടം തോന്നില്ലേ? അത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ നമ്മൾ രാഷ്ട്രീയ പക്ഷപാതം പിടിച്ചൊന്നുമല്ല. എന്തായാലും കരിമണൽ, തോട്ടപ്പള്ളിയിലെ കരിമണൽ വീണ്ടും കത്തുകയാണ്. തോട്ടപ്പള്ളിയിൽ നടക്കുന്ന കരിമണൽ ഖനനത്തെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രളയ സാധ്യത ഒഴിവാക്കാനാണ് അടിഞ്ഞുകൂടുന്ന മണൽ നീക്കം ചെയ്യുന്നത്. UDF സർക്കാരിന്റെ കാലത്തെ ഉത്തരവുകൾ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു മാത്യു കുഴൽനാടൻ MLA-ക്കെതിരായ മുഖ്യമന്ത്രിയുടെ മറുപടി. കരിമണൽ ഖനനം CMRL വേണ്ടിയുള്ളതാണെന്നും മാസപ്പടിക്ക് പകരമായുള്ള സേവനമാണെന്നുമായിരുന്നു മാത്യുവിന്റെ ആരോപണം. നവകേരള സദസ് ആലപ്പുഴയിലെത്തിയപ്പോൾ കൊഴുക്കുന്നത് തോട്ടപ്പള്ളിയിലെ വിവാദമായ കരിമണൽ ഖനനം തന്നെ. മാത്യു കുഴൽനാടന്റെ ആരോപണങ്ങൾ ജൽപ്പനം മാത്രമാണെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിന് മാത്യു കുഴൽനാടന്റെ മറുപടി ഇങ്ങനെ: ഞാൻ പറഞ്ഞത് ജൽപ്പനങ്ങളാണോ? ഞാൻ പറഞ്ഞതിൽ സത്യമുണ്ടോ തെറ്റുണ്ടോ എന്ന് പറയാൻ കഴിയുന്നത് തോട്ടപ്പള്ളിയിലെ തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾക്കും അവിടുത്തെ തീരദേശവാസികൾക്കുമാണ്. UDF സർക്കാരിന്റെ കാലത്തെ ഉത്തരവുകളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു മാത്യു കുഴൽനാടന് മുഖ്യമന്ത്രിയുടെ മറുപടി. മാത്യു കുഴൽനാടന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോയിരുന്നു. എനിക്കതിലൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. കൂടുതൽ തോട്ടപ്പള്ളി വിഷയത്തെ പറ്റി ഞാൻ ഇന്നലെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് ഉണ്ടായത്, എങ്ങനെയാണ് ഉണ്ടായത്, ആ പറഞ്ഞതാണ് പൂർണ്ണമായും പറയാനുള്ള വസ്തുതകൾ. തോട്ടപ്പള്ളി വിഷയത്തെക്കുറിച്ച് മാത്യു കുഴൽനാടന് ഒരു കുന്തവും അറിയില്ലെന്നായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം. പിന്നെ ഈ ആലപ്പുഴ ജില്ലയിലെ ഈ വിഷയം അറിയാവോ? ഈ കുഴൽനാടന് ചുമ്മാ കാണുന്നതിനെല്ലാം കയറി ഇങ്ങനെ മറുപടി പറഞ്ഞതിന് ലീഡിംഗ് ചാനലിന്റെ നവീകരണവും ഈ പറയുന്ന പൊഴിമുറിക്കലുമാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. വരും ദിവസങ്ങളിൽ തോട്ടപ്പള്ളിയിലെ ഖനനം സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങളിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്നാണ് മാത്യു കുഴൽനാടന്റെ വെല്ലുവിളി. 24 ആലപ്പുഴ. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ അക്കാദമിയിൽ നിന്ന് തന്നെ വലിയ പ്രതിഷേധമൊക്കെ ഉയരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അത് വരിക്കാശ്ശേരി മനയല്ല, അത് അക്കാദമിയാണ് എന്നൊക്കെ ഓർമ്മപ്പെടുത്തുന്നുണ്ടായിരുന്നു ചിലർ. പ്രതിഷേധം ശക്തമാകുന്നു. ചലച്ചിത്ര അക്കാദമി അംഗങ്ങൾ സമാന്തര യോഗം നടത്തിയതിന്റെ മിനിറ്റ്സ് പുറത്ത്. സമാന്തര യോഗം ചേർന്നിട്ടില്ല എന്ന രഞ്ജിത്തിന്റെ വാദം തെറ്റാണെന്ന് തെളിയിക്കുകയാണ് രേഖകൾ. കുക്കു പരമേശ്വരൻ ഉൾപ്പെടെ 9 പേർ യോഗത്തിൽ പങ്കെടുത്തു. ചലച്ചിത്ര അക്കാദമിയിൽ ചെയർമാൻ രഞ്ജിത്തിനോട് കടുത്ത ഭിന്നതകൾ നിലനിൽക്കുമ്പോഴാണ് സമാന്തര യോഗം ചേർന്നത്. ചെയർമാൻ അക്കാദമിക്ക് അപമതിപ്പുണ്ടാക്കിയതായും ചെയർമാൻ തിരുത്തണം അല്ലെങ്കിൽ ചെയർമാനെ നീക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. അക്കാദമിയിലെ താൽക്കാലിക ജീവനക്കാരി അവഹേളിച്ചെന്ന് പരാതിപ്പെട്ട ഭരണസമിതി അംഗം കുക്കു പരമേശ്വരനെ രഞ്ജിത്ത് അധിക്ഷേപിച്ച കാര്യവും മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഗത്തിൽ പങ്കെടുത്ത 9 അംഗങ്ങളും മിനിറ്റ്സിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. കുക്കു പരമേശ്വരൻ, സോഹൻ സീനുലാൽ, സിബി തോമസ് എന്നിവർ ഉൾപ്പെടെയാണ് പങ്കെടുത്തത്. ജനറൽ കൗൺസിൽ അംഗങ്ങൾ യോഗത്തിന്റെ മിനിറ്റ്സ് ഉൾപ്പെടെ മന്ത്രി സജി ചെറിയാന് പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന നിലപാടിലാണ് സാംസ്കാരിക വകുപ്പ്. 24 തിരുവനന്തപുരം. റീന സന്ദേശം പറയുകയാണ്, എല്ലാ തെളിവുകളും കൃത്യമായി കോടതിയിൽ സമർപ്പിച്ചെങ്കിൽ എങ്ങനെ അവൻ കുറ്റമുക്തനായി? അമ്മയ്ക്കും കുടുംബത്തിനും ഒപ്പം ഇങ്ങ് ദൂരെയാണെങ്കിലും ഞാനും സമരത്തിന് ഐക്യദാർഢ്യം അറിയിക്കുന്നു. ആ കുഞ്ഞിന് നീതി വേണം എന്ന് റീന സന്ദേശം പറയുകയാണ്. അതുതന്നെയാണ്. പക്ഷേ പോലീസ് ആ സമയത്ത് പറഞ്ഞ എന്തൊക്കെയോ ആന തെളിവുകളൊക്കെ ഉണ്ട്. ഈ കുട്ടിയുടെ നഖത്തിനിടയിൽ ഇയാളുടെ വസ്ത്രത്തിൽ നിന്നുള്ള നാരുകളുണ്ട്, DNA ഉണ്ട്. ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഒന്നും പോലീസ് കോടതിയിലേക്ക് എത്തിച്ചില്ല. കോടതിയിൽ ആ വിധിപ്രസ്താവം ദീർഘമായ വിധിപ്രസ്താവമാണ്. അത് മൊത്തം വായിച്ച ആളെന്ന നിലയ്ക്ക് ആ വിധിപ്രസ്താവം വായിച്ചാൽ ഈ പറയുന്ന വൈറ്റലായ ഒരൊറ്റ എവിഡൻസ് പോലും കോടതിയിലേക്ക് എത്തിക്കാനും കഴിഞ്ഞില്ല. എന്നത് മാത്രമല്ല, കോടതി അത് അക്കമിട്ട് ചൂണ്ടിക്കാണിക്കുന്നു. കോടതിക്ക് ഈ കുഞ്ഞ് കൊല്ലപ്പെട്ടതാണെന്നും കോടതിക്ക് ഈ കുഞ്ഞ് ലൈംഗിക പീഡനത്തിന് ഇരയായും ആയതായതൊരു സംശയമില്ലാതെ കോടതി കണ്ടെത്തുക തന്നെ ചെയ്യുന്നു. പക്ഷേ ആ വിധിയിലേക്ക് നയിച്ചത് ഈ പറയുന്ന തെളിവുകളുടെ സമ്പൂർണ്ണ പരാജയമാണ്. ആ കുടുംബത്തിൻ്റെ പ്രതിഷേധത്തിൽ അർത്ഥമുണ്ട്. ഈ റീന സതീശൻ ആ പ്രതിഷേധത്തിനൊപ്പം നിൽക്കുന്നത് പോലെ തന്നെ മനസ്സുകൊണ്ട് ഞാനും പ്രതിഷേധത്തോട് ഐക്യപ്പെടുകയാണ്. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഗുഡ് ആഫ്റ്റർനൂൺ അഗെയിൻ. പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ ഉച്ചയൂണൊക്കെ കുറച്ചധികം പേർ കഴിച്ചിട്ടുണ്ടാകണം. ബാക്കിയുള്ളവർ കഴിക്കാനുള്ള ഒരുക്കത്തിലാകണം. 2 മണിയാവുന്നു. അപ്പോൾ എന്തായാലും പെട്ടെന്ന് കഴിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ അധികം വെച്ച് താമസിപ്പിക്കേണ്ട. ചോറൊക്കെയല്ലേ, കഴിച്ചേക്കാണ്. ഇതവിടെ രാജു കാര്യമായിട്ട് പറയുകയാണ്. ഹായ് ആഷ്മി, എൻ്റെ മകൾ നക്ഷത്രയുടെ 12ാം ബർത്ത്ഡേ ആണ്. ഇന്നൊരു വിഷസ് കൊടുക്കാമോ? ഹായ് നക്ഷത്രമോൾ, ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ ഒരുപാട് പ്രേക്ഷകർ വാർത്തയോടനുബന്ധിച്ചും അല്ലാതെയും ഒക്കെ കൊല്ലം സുധിയുടെ വീട് പണി എവിടം വരെയായി എന്ന് സജീഷ് കണ്ണൂർ, അതൊക്കെ പക്ക നടക്കുന്നുണ്ട്. നമ്മൾ ഉടനെ തന്നെ അതിൻ്റെ ഒരു നല്ല വാർത്ത പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അതാണ്ട് ഇന്ന് ശനിയാഴ്ചയാണ്, സ്പെഷ്യൽ കറിയുള്ള ചേച്ചിമാർ പറയണേ, അത് വായിച്ച് ചോറുണ്ണാന എന്നൊരു പ്രേക്ഷകൻ പറയുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു വാർത്തയിലേക്ക് പോകുന്നത് മഞ്ചേരി എന്നാണ്. അല്പസമയം മുമ്പ് ചെട്ടിയങ്ങാടിയിൽ വീണ്ടും അപകടം ഉണ്ടായി. അരീക്കോട് ഭാഗത്ത് നിന്ന് മഞ്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ അപകടത്തിൽപ്പെട്ടു. നേരത്തെ ഒരു അപകടത്തിൻ്റെ ഷോക്കിലാണ്, വലിയ വേദനയിലാണ് ആ നാട്. മലപ്പുറം മഞ്ചേരി ചെട്ടിയങ്ങാടിയിൽ വാഹനാപകടത്തിൽ മരിച്ച 5 പേർക്ക് കണ്ണീരോടെ വിട. മക്കളുടെ നിക്കാഹിനൊരുക്കിയ പന്തലിലേക്ക് ഓട്ടോ ഡ്രൈവർ അബ്ദുൽ മജീദിൻ്റെ മൃതദേഹം എത്തിച്ചത് നൊമ്പരക്കാഴ്ചയായി. കിഴക്കേത്തല മദ്രസത്തുൽ ഹിദായത്തിൽ മറ്റ് 4 പേർക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ 100 കണക്കിന് ആളുകൾ എത്തി. അപകടത്തിന് കാരണം റോഡിൻ്റെ അശാസ്ത്രീയ നിർമ്മാണമെന്ന് ആരോപിച്ച് നാട്ടുകാർ പ്രതിഷേധിച്ചു. മകളുടെ വിവാഹ ദിവസത്തിൽ അബ്ദുൽ മജീദിന്റെ അപ്രതീക്ഷിത വിയോഗം ബന്ധുക്കളെ മാത്രമല്ല നാടിനെയാകെ കണ്ണീരണിയിച്ചു. മൃതദേഹം മഞ്ചേരി സെൻട്രൽ ജുമാഅത്ത് പള്ളിയിൽ കബറടക്കി. അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട സഹോദരിമാരെയും കുഞ്ഞുങ്ങളെയും അവസാനമായി ഒരു നോക്കു കാണാൻ പൊതുദർശനം നടന്ന കിഴക്കേത്തല മദ്രസത്തുൽ ഹിദായത്തിലേക്ക് പ്രിയപ്പെട്ടവർ ഒഴുകിയെത്തി. കരുവാരക്കുണ്ട് വെള്ളയൂർ മുഹമ്മദ് റിയാസിന്റെ ഭാര്യ തസ്നീമ, മക്കൾ റിൻഷ ഫാത്തിമ, റൈഹ ഫാത്തിമ എന്നിവർക്ക് കാളിക്കാവ് വെള്ളയൂർ ജുമാഅത്ത് പള്ളിയിൽ അന്ത്യവിശ്രമം. തസ്നീമയുടെ സഹോദരി മൂസിനയെ മഞ്ചേരി താമരശ്ശേരി ജുമാഅത്ത് പള്ളിയിൽ കബറടക്കി. ഇന്നലെ വൈകിട്ട് 5:30യോടെയാണ് കർണാടകയിലെ ഹൊസൂരിൽ നിന്ന് ശബരിമലയിലേക്ക് പോവുകയായിരുന്ന സംഘം സഞ്ചരിച്ച മിനി ബസ് ഓട്ടോയിലിടിച്ച് അപകടമുണ്ടായത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ രാവിലെ 7 മണിയോടെ ആരംഭിച്ച പോസ്റ്റ്മോർട്ടം നടപടികൾ 9 മണിയോടെ പൂർത്തിയായി. നിരന്തരം അപകടമുണ്ടായിട്ടും റോഡിലെ അശാസ്ത്രീയത പരിഹരിക്കുന്നില്ലെന്നാരോപിച്ച് നാട്ടുകാർ മഞ്ചേരി അരീക്കോട് റോഡ് ഉപരോധിച്ചു. അധികൃതരുമായി സംസാരിച്ച് പരിഹാരമുണ്ടാക്കാമെന്ന തഹസിൽദാരുടെ ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത്. 24 മലപ്പുറം. 5 പേരുടെ മരണത്തിന് ഞെട്ടൽ മാറും മുന്നേ മലപ്പുറം മഞ്ചേരി ചെട്ടിയങ്ങാടിൽ വീണ്ടും വാഹനാപകടം. അരീക്കോട് ഭാഗത്ത് നിന്ന് മഞ്ചേരിയിലേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാർ യാത്രികരുടെ പരിക്ക് ഗുരുതരമല്ല. സമീർ ബിൻ കരീം ചെയ്യുന്നു. സമീർ, അപ്പോൾ അശാസ്ത്രീയമാണ് റോഡിൻ്റെ നിർമ്മാണമെന്ന് നാട്ടുകാർ പറയുന്നത് വെറുതെ അല്ല. ഹാഷ്മി, നമുക്കൊരു പക്ഷേ അങ്ങനെ അനുമാനിക്കാനാകും. ഇന്ന് ഉച്ചയ്ക്ക് 12:45 കൂടിയാണ് ഈ ഒരു വാഹനാപകടം ഉണ്ടാകുന്നത്. നിലവിൽ 5 പേർ മരിക്കാനിടയായ അപകടമുണ്ടായ ചെട്ടിയങ്ങാടിൽ നിന്നും ഏതാണ്ട് 250 മീറ്റർ മാത്രം അകലെയാണ് ഈ ഒരു വാഹനാപകടം ഉണ്ടായത്. അരീക്കോട് ഭാഗത്തു നിന്നും മഞ്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടൊയോട്ട ഇത്തിയോസ് കാറാണ് നിയന്ത്രണം വിട്ട് വളവിൽ വെച്ച് എതിർ ഭാഗത്തേക്ക് പോവുകയും അവിടെ സൈഡിലുണ്ടായിരുന്ന ഡിവൈഡറിൽ ഇടിച്ച് നിൽക്കുകയും ചെയ്തത്. ഉടൻ തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ നാട്ടുകാരെത്തി ഈ വാഹനത്തിലുണ്ടായിരുന്നയാൾ മഞ്ചേരിയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. നിലവിൽ ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്, ഗുരുതരമായ പ്രശ്നങ്ങളിൽ എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. നേരത്തെ തന്നെ നാട്ടുകാരുടെ പരാതി ഇതുവഴി പോകുന്ന വാഹനങ്ങൾ അമിത വേഗതയിൽ സഞ്ചരിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ വേഗത നിയന്ത്രിക്കാനുള്ള എന്തെങ്കിലും നടപടികൾ വേണമെന്നുള്ളതായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. അതുകൊണ്ട് തന്നെ ഇന്നുണ്ടായ ഈ അപകടവും അമിത വേഗതയിൽ സഞ്ചരിച്ചതാണ് എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ നടപടികൾ അധികൃതർ സ്വീകരിക്കണം എന്നുള്ളതാണ് ഈ 2 അപകടവും വിരൽ ചൂണ്ടുന്നത്. ഹാഷ്മി. സമീർ ബിൻ കരീമാണ്. ആ റോഡ് അശാസ്ത്രീയമാണ് എന്ന് നാട്ടുകാർ പറയുകയായിരുന്നു. അത് വീണ്ടും ശരിവെക്കുകയാണ്. ഒരു മരണം ഒരു ഞെട്ടലിന് തൊട്ടും പിന്നെ അതിനടുത്ത അപകടം അവിടെ ഉണ്ടാവുകയുമാണ്. ബിനു മാത്യു പറയുന്നു, ഹാഷ്മി, നവകേരള സദസ്സിൽ പോയി പ്രതിഷേധമെന്ന പേരിൽ ചോദിച്ചു വാങ്ങുന്നതല്ല ഇതൊക്കെ. എന്തിനെതിരെയാണ് ഇവർ പ്രതിഷേധിക്കുന്നത്? സർക്കാരിനെതിരെയോ ജനങ്ങൾക്കെതിരെയോ? കോൺഗ്രസിനെ വല്ലാതെ അങ്ങ് വെളുപ്പിക്കല്ലേ ഹാഷ്മി എന്ന് ബിനു മാത്യു പറഞ്ഞു. ബിനു, എന്തിനെതിരെയാണ് സമരമെന്നും എന്താണ് സമരത്തിന് കാരണമെന്നും അതിനൊരു കേന്ദ്രീകൃത സ്വഭാവമുണ്ടോ എന്നും എങ്ങനെയാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നതെന്നും അണികൾ തെരുവിൽ ഇങ്ങനെ തല്ലുകൊള്ളുമ്പോൾ നേതാക്കൾ ഈ പറയുന്ന ചാനൽ പ്രതികരണത്തിനപ്പുറം നേതാക്കൾ എന്ത് ചെയ്യുന്നു എന്നതിനെക്കുറിച്ചൊക്കെ പറയേണ്ടത് കോൺഗ്രസ് ആണ്. പക്ഷേ ഇവിടെ ഒരു കരിങ്കുടി എടുത്തു എന്ന് പറഞ്ഞ് എന്താണ് ചെടിച്ചട്ടിയോട് തലയടിച്ച് പൊറിക്കുക, മുഖ്യമന്ത്രിയുടെ ഗൺമാൻ നേരിട്ടിറങ്ങി പട്ടി അടിക്കുന്ന പോലെ അടിക്കുക പ്രവർത്തകരെ, ഇവിടെ ഭിന്നശേഷിക്കാരൻ ഒരാളെ പിന്നിൽ കൂടി പോയി നട്ടലിനെ ചവിട്ടുക എന്നൊക്കെ പറയുന്നത് മനുഷ്യത്വ വിരുദ്ധമാണ് എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ അത് മനുഷ്യവിരുദ്ധം മാത്രമൊന്നുമല്ല, രാഷ്ട്രീയ വിരുദ്ധമാണ് എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള കറുപ്പിക്കലോ വെളുപ്പിക്കലോ അല്ല. അത് മനുഷ്യനായി പിറന്ന ഒരാൾക്ക് മനസ്സിൽ തോന്നുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ബിനു തോമസിനും ഉള്ളിൽ ഒന്ന് നെഞ്ചിൽ കയച്ച് ആലോചിച്ചാൽ മതി, അത് തന്നെ എന്ന ഉള്ളിൽ തോന്നും. രാഷ്ട്രീയക്കാരനാണെങ്കിൽ യഥാർത്ഥത്തിൽ അങ്ങനെ തോന്നും. തൃശൂർ കൈപ്പറമ്പിൽ മാതാവിനെ മകൻ വെട്ടിക്കൊന്നു. എടക്കളത്തൂർ സ്വദേശിയായ 68 വയസ്സുകാരി ചന്ദ്രമതിയാണ് കൊല്ലപ്പെട്ടത്. മദ്യപിച്ചെത്തിയ മകൻ സന്തോഷ് വെട്ടുകത്തി കൊണ്ട്
മാതാവിനെ ആക്രമിക്കുകയായിരുന്നു. സന്തോഷിനെ പേരാമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തു. എന്തൊക്കെ വാർത്തകൾ നമ്മൾ കേൾക്കേണ്ടി വരുന്ന ഒരു ദിവസമാണ്. സന്തോഷും മാതാവ് ചന്ദ്രമതിയും മാത്രമാണ് വീട്ടിലുള്ളത്. ഇന്നലെ മദ്യം വാങ്ങി വീട്ടിലെത്തിയ സന്തോഷ് മദ്യപിച്ച ശേഷം അമ്മയെ തനിക്ക് നോക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുകയായിരുന്നു. 7:30 വീട്ടിലുണ്ടായിരുന്ന വെട്ടുകത്തിയെടുത്ത് ചന്ദ്രമതിയെ വെട്ടിപ്പരുക്കേൽപ്പിച്ചു. പിന്നീട് സന്തോഷ് മുറിയിൽ പോയി കിടന്നു. തലയ്ക്കും താടിക്കും ഗുരുതരമായി പരുക്കേറ്റ ചന്ദ്രമതി രക്തം വാർന്ന അവശനിലയിലായി. സന്തോഷ് തന്നെയാണ് പിന്നീട് പേരാമംഗലം പോലീസിനെ വിളിച്ച് വിവരമറിയിച്ചത്. പോലീസ് ആംബുലൻസ് എത്തിച്ച് ചന്ദ്രമതിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പുലർച്ചെ 2 മണിയോടെ മരിച്ചു. മകനും അമ്മയും തമ്മിൽ നേരത്തെ തർക്കങ്ങളുണ്ടായിരുന്നതായി അറിയില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. പ്രശ്നം ഉണ്ടായതായിട്ട് ഞങ്ങൾക്ക് അറിയില്ല. കാരണം അങ്ങനെ പുറത്തേക്കൊന്നും അങ്ങനെ പ്രശ്നം ഉണ്ടെന്നുള്ളത് കേൾക്കാറില്ല. പോലീസ് വന്ന് ഇവിടെ നിൽക്കണപ്പോഴാണ് ഞാൻ വാതിലോർന്ന് നോക്കിയപ്പോൾ ഇവിടെ പര ചവിട്ട് കണ്ട് ചവിട്ടിൻ്റെ ഞാൻ എടുത്തു കൊണ്ടുപോണത് ഇതിലെ കൊണ്ടുപോകണത് കണ്ടു. അല്ലാണ്ട് ആളേനെയൊന്നും ഞാൻ ചെന്നോക്കാനുള്ള ക്ഷമ എനിക്കില്ല. സെക്യൂരിറ്റി ജീവനക്കാരനായ സന്തോഷിനെ വീട്ടിൽ നിന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എടക്കളത്തൂരിൽ 1 വർഷത്തോളമായി വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു കുടുംബം. 24 തൃശൂർ. എന്ന് പറഞ്ഞാൽ മനുഷ്യത്വ വിരുദ്ധമായ, കണ്ണിച്ചോരയില്ലാത്ത, ഹീനമായ, അങ്ങേയറ്റം അക്രമാസക്തമായ മനുഷ്യരെ നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി കാണുകയാണ്. നമ്മൾ നേരത്തെ കണ്ടൊരു വീഡിയോ, ഒരു അമ്മൂമ്മയോട് അതിക്രൂരമായി പെരുമാറുന്ന മരുമോൾ മഞ്ജു തോമസ് എന്ന് പറയുന്ന ഒരാൾ, ഇതാ ഇപ്പോൾ അടുത്ത് അമ്മയെ വെട്ടിക്കൊല്ലുന്ന മകൻ. സമൂഹം എന്നുള്ള നിലയ്ക്ക് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് വലിയ ആശങ്കയോടുകൂടി ആലോചിക്കേണ്ട സമയം കൂടിയാണ്. അങ്ങനെ പറയേണ്ടി വരുന്നത് സങ്കടമാണെങ്കിലും. സംസ്ഥാനത്ത് ഇന്നും നാളെയും കനത്ത മഴയ്ക്കാണ് സാധ്യത. 8 ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. നാളെ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത. വിവരങ്ങളുമായി അലക്സ് റാമുഹമ്മദ് ചേരുന്നു. അലക്സ്, സാമാന്യത്തിൽ കവിഞ്ഞ അത്യാവശ്യം വലിയ മഴ ഉണ്ടാകും എന്നാണോ കരുതേണ്ടത്? ഹാഷ്മി, അങ്ങനെ തന്നെയാണ്. സാധാരണയിൽ കവിഞ്ഞ മഴ സംസ്ഥാനത്ത് അടുത്ത 2 ദിവസം, അതായത് ഇന്നും നാളെയും ഉണ്ടാകും. പലയിടങ്ങളിലും മഴ കനക്കാനുള്ള സാധ്യതയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. പ്രധാനമായി തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ശ്രീലങ്കൻ തീരത്തിനു സമീപം ഒരു ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ സ്വാധീനത്തിൽ കേരളത്തിലേക്കുള്ള ഈ കിഴക്കൻ കാറ്റ് ശക്തി പ്രാപിക്കുന്നതാണ് ഇവിടെ മഴ കനക്കാൻ കാരണമായി കാലാവസ്ഥാ വിദഗ്ധർ തന്നെ വ്യക്തമാക്കുന്നത്. 2 ദിവസം മഴ കനക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. അതിൽ ഇന്ന് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓറഞ്ച് അലർട്ട് എന്നാൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പാണ്. 11 മുതൽ 20 സെന്റിമീറ്റർ വരെ മഴ ഈ ജില്ലകളിൽ ലഭിക്കാം. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലെ മലയോര മേഖലയിൽ അതീവ ജാഗ്രത നാളെ വേണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത തുടരേണ്ടതുണ്ട്. ഒപ്പം നാളെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകൾക്ക് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 2 ദിവസം എന്താണെങ്കിലും സംസ്ഥാനത്ത് പൊതുവെ ജാഗ്രത തുടരണം എന്നുള്ളതാണ്. ഈ ദിവസങ്ങളിൽ നേരത്തെയൊക്കെ ലഭിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ മഴ പലയിടങ്ങളിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയിലൊക്കെ മഴ കനക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഇടിമിന്നലിന് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ഇടിമിന്നൽ ജാഗ്രതാ മുന്നറിയിപ്പുകൾ പാലിക്കണം. ഒപ്പം കേരള തീരവുമായി ബന്ധപ്പെട്ടും ജാഗ്രതാ മുന്നറിയിപ്പുണ്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ അതിശക്തമായ കാറ്റിന് മണിക്കൂർ പരമാവധി 55 കിലോമീറ്റർ വരെ വേഗതയിലൊക്കെ വീശിയടിച്ചേക്കാവുന്ന കാറ്റിന് സാധ്യതയുണ്ട്. അതിനാൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം വിലക്കിയിട്ടുണ്ട്. കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് മറ്റു തടസ്സങ്ങളില്ല എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ഹാഷ്മി. അലക്സ് റാമുഹമ്മദാണ് ആ വാർത്തയുടെ വിവരങ്ങൾ. നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു ദിവസം മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന് പറയുമ്പോൾ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്. പക്ഷേ ഇത് എന്താണ് സ്ഥിതി എത്രത്തോളം ഗുരുതരമാകുമ്പോഴാണ് മത്സ്യബന്ധനത്തിന് വിലക്ക് എന്നത് വരിക. അത് പരമാവധി സഹകരിക്കണം പ്രിയപ്പെട്ട മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളെന്ന് അഭ്യർത്ഥിക്കുകയുമാണ്. ധന്യായം പറയുകയാണ്, ഞാൻ പേരാമംഗലം സ്റ്റേഷൻ പരിധിയിലാണ്. പാവമമ്മ, സ്നേഹമൊക്കെ സ്വയം മാത്രമായി, മറ്റുള്ളവരെ മനുഷ്യരായി പോലും പരിഗണിക്കുന്നില്ല എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എത്രയൊക്കെ മദ്യലഹരിയിലാണെന്ന് പറഞ്ഞാലും സ്വന്തം അമ്മയ്ക്ക് നേരെ വാക്കത്തി ഉയരുമോ? അപ്പോൾ ഇത് ഉള്ളിൽ മനുഷ്യരല്ല എന്നതാണ് അർത്ഥം. ഉള്ളിൽ ഏതെങ്കിലും തരത്തിൽ സ്നേഹത്തിൻ്റെയോ ആർദ്രതയോടോ കനിവോ തരിമ്പോ പോലും ഇല്ലെങ്കിൽ മാത്രമല്ലേ അങ്ങനെ സ്വന്തം അമ്മയ്ക്ക് എന്നല്ല ആർക്കെതിരെയും അങ്ങനെ വാക്കത്തിയെടുത്ത് ഉയർത്തുക എന്ന് പറയുന്നത് മദ്യലഹരിയാണ് അതിനുള്ള പ്രധാന കാരണമെന്ന് ഞാൻ കരുതുന്നില്ല. അത് ഉള്ളിലെ ക്രൂരത മദ്യലഹരിയിലാകുമ്പോഴേക്കും കുറച്ചുകൂടി പുറത്തേക്ക് വരുന്നു എന്നുള്ളതിൽ ഉള്ളിൽ ക്രൂരന്മാരെ ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാനും കഴിയുകയുള്ളൂ. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ് സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്.
ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയിൽ SFI പ്രവർത്തകർ യോഗം ചേരുകയായിരുന്നു. സംസ്ഥാന സെക്രട്ടറി PM ആർഷോ, പ്രസിഡന്റ് അനുശ്രീ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. പ്രവർത്തകരിൽ പലരും കറുത്ത വസ്ത്രമണിഞ്ഞാണ് ക്യാമ്പസിലെത്തുന്നത്. യോഗം അവസാനിച്ചു എന്നറിയാൻ കഴിഞ്ഞു. എന്നാൽ വൈകിട്ട് ഗവർണർ ക്യാമ്പസിലേക്ക് എത്തുകയാണ്. ഏത് രീതിയിൽ പ്രതിഷേധം എന്നൊക്കെയുള്ള ആലോചനയാകും. എന്തായാലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. എന്താകും അവിടുത്തെ അവസ്ഥ എന്ന് വൈകുന്നേരം വരെ കാത്തിരിക്കലല്ലാതെ മറ്റു മാർഗ്ഗമില്ല. എന്തായാലും കൊച്ചിയെ സംഗീതത്തിൽ ആറാടിക്കാൻ DB നൈറ്റ് ചാപ്റ്റർ 3 അല്പസമയത്തിനകം തുടക്കമാകും. ഫ്ലവേഴ്സും 24ഉം ചേർന്ന് സംഘടിപ്പിക്കുന്ന സംഗീത നിശ വൈകിട്ട് 3:30 മുതൽ ഭാരത് മാതാ കോളേജ് ഗ്രൗണ്ടിൽ നടക്കും. രാഗതാളങ്ങളുടെ പല ഭാവങ്ങൾ, നവസംഗീതത്തിന്റെ നവ്യസംഗമം കൊച്ചി. സ്കീ ഐസ്ക്രീം പ്രസൻസ് പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് DB നൈറ്റ് ചാപ്റ്റർ 3. അവിയൽ, പെർഫെക്റ്റ് സ്ട്രേഞ്ചേഴ്സ്, 43 മൈൽസ് തുടങ്ങിയ പ്രമുഖ ബാൻഡുകളും ഗായകരായ ബ്രോദവ്, ജോബ് കുര്യൻ എന്നിവരും യുവത്വത്തിന്റെ ഹൃദയമായ കൊച്ചിയിൽ സംഗീതരാവൊരുക്കും. ഇന്ന് ഭയങ്കര വലിയൊരു ഇവൻ്റ് ആയിരിക്കും ഇവിടെ നടക്കാൻ പോവുക. നമ്മൾ കാലിക്കറ്റ്, ട്രിവാൻഡ്രം ഒക്കെ ചെയ്തപ്പോഴും നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇത് ഹിറ്റാവും എന്നുള്ളത്. കാലിക്കറ്റ് ചെയ്തപ്പോൾ ഭയങ്കര ഒരു റെസ്പോൺസാണ് ജനങ്ങളുടെ നിന്നുണ്ടായത്, ട്രിവാൻഡ്രത്ത് തന്നെ. അപ്പോൾ കൊച്ചിയിലും അത് തന്നെ ആയിരിക്കും എന്നാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പോൾ ആളുകളുടെയൊക്കെ ഒരു റെസ്പോൺസ് വെച്ചിട്ട് അങ്ങനെ തന്നെ തോന്നുന്നത്. ശബ്ദവിന്യാസത്തിലും ദൃശ്യമികവിലും ഏറ്റവും മികച്ച സജ്ജീകരണമാണ് DB നൈറ്റ് സംഗീത പ്രേമികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഒരു കലാലയത്തിൽ തന്നെ അത് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് ഏറ്റവും വലിയൊരു നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. യുവാക്കളുടെ ഏറ്റവും വലിയൊരു വളരെ അവർക്കെല്ലാവർക്കും ഒന്ന് ഒത്തുചേരാനും മനസ്സും ശരീരവും ഒക്കെ ഒരു വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു മ്യൂസിക്കിലേക്ക് ആറാടാനായിട്ടുള്ള ഏറ്റവും വലിയ വേദിയായിട്ട് DB നൈറ്റ് ഇന്ന് മാറുകയാണ്. സൗണ്ട് സിസ്റ്റവും ലൈറ്റിങ്ങും യങ്സ്റ്റേഴ്സിന് നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഇവൻ്റ് ആയിരിക്കും. ധൈര്യമായിട്ട് എല്ലാവർക്കും പറയാം. DB നൈറ്റ് ചാപ്റ്റർ 3യുടെ ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോയിൽ ലഭ്യമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ സംഗീത നിശയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. 24 കൊച്ചി. ഗംഭീര പാട്ടുകാർ, ഗംഭീര ബാൻഡുകൾ കിട്ടുമായിരിക്കും, ഒരു സംശയം വേണ്ട. അപ്പോൾ ധൈര്യമായിട്ട് ഭാരത് മാതാ കോളേജ് ഗ്രൗണ്ടിലേക്ക് എത്തുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഞാനും അങ്ങോട്ട് ഇറങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. വയനാട് വാഗേരിയിലെ നരഭോജി കടുവ 7ാം നാളിലും കാണാമറയത്താണ്. ഇന്നലെ കണ്ട കാൽപ്പാടുകളെ പിന്തുടർന്ന് വനം വകുപ്പിലെ RRT സംഘം തെരച്ചിൽ നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്താനായില്ല. ഉത്തരമേഖല CCF KS ദീപയും DFO ഷജിന കരീമും തെരച്ചിൽ നടത്തുന്ന സംഘത്തിലുണ്ട്. ക്യാമറ ട്രാപ്പിൽ ഇന്നലെ കടുവയുടെ ദൃശ്യങ്ങൾ കിട്ടിയിട്ടില്ല. കാൽപ്പാടുകൾ കണ്ടതോടെ ആശങ്കയിലാണ് പ്രദേശവാസികൾ. അനുകൂല സാഹചര്യം ഉണ്ടായാൽ മയക്കൂടി വെക്കാനാണ് വനംവകുപ്പിന് നീക്കം. ഡോക്ടർ അരുൺ സഖറിയയും സംഘത്തിനൊപ്പം ഉണ്ട്. മറ്റൊരു കൃഷിയും ഗതിപിടിക്കാതെ വന്നപ്പോഴാണ് വയനാട് വാഗേരിയിലെ കർഷകർ കാപ്പി കൃഷിയിലേക്കും അതോടൊപ്പം പശു വളർത്തലിലേക്കും തിരിഞ്ഞത്. ഇപ്പോൾ കാപ്പിക്കുരു വിളവെടുപ്പിന്റെ കാലമാണ്. പക്ഷേ ഈ ജനവാസ മേഖലയിൽ ഇറങ്ങിയ നരഭോജി കടുവയെ പിടികൂടാനാകാത്തതിനാൽ കാപ്പിത്തോട്ടത്തിലേക്ക് ഇറങ്ങാൻ പേടിയാണ് കർഷകർക്ക്. വയനാട്ടിലിപ്പോൾ കാപ്പിക്കുരു പറിക്കുന്ന കാലമാണ്. നേരത്തെ ആനയെ പേടിക്കണമായിരുന്നു, ഇപ്പോൾ കടുവയെയും. കൂടല്ലൂർ നിവാസികളായ ശങ്കരനും റജിയും കാപ്പി കൃഷിയും പശുവളർത്തലുമാണ് ഉപജീവനം. നേരത്തെ കടുവ പിടിച്ച കിടാരികളും ആന ചവിട്ടിപ്പൊളിച്ച വീടിൻ്റെ വാതിലും ഇവർക്ക് നടുക്കുന്ന ഓർമ്മയാണ്. മുമ്പ് ഇഞ്ചിയും വാഴയും ഒക്കെ നട്ടിരുന്നു. നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങൾ ആ കൃഷിയിൽ തുടരാൻ അനുവദിച്ചില്ല. ഇപ്പോൾ കാപ്പിക്കുരു പറിക്കുമ്പോൾ നെഞ്ചിൽ ഒരു ആന്തലുണ്ട്. കാപ്പി തോട്ടത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ഭയപ്പാടാണ്. അപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്തും റോഡിൻ്റെ സൈഡിലും മാത്രം നിന്നിട്ടാണ് ഇപ്പോൾ കാപ്പിക്കുരു പറിക്കുന്നത്. അപ്പോൾ ഇതേതായാലും പറിക്കാതെ ഇരിക്കാൻ പറ്റില്ല, നമുക്ക് പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞെങ്കിൽ പോലും നമുക്കത് ഇറങ്ങാണ്ടിരിക്കാൻ കഴിയില്ലല്ലോ. വേറെ മാർഗങ്ങളൊന്നുമില്ല ജീവിതത്തിന്. ഞങ്ങൾ പശുക്കളെ ആശ്രയിച്ചായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ പ്രജീഷിൻ്റെ മരണശേഷം ഞങ്ങൾ പുല്ല് മുറിക്കാൻ തോട്ടത്തിൽ ഇറങ്ങാറില്ല, പേടിച്ചിട്ടാണ് ഇറങ്ങാത്തത്. ആന വരുന്നത് കാണാനാകും, കടുവയെ അങ്ങനെയല്ല. കാപ്പിച്ചെടികൾക്കിടയിൽ പതുങ്ങി നിൽക്കുന്നത് അറിയില്ല, അതാണ് പേടി. ഇപ്പോൾ കടുവയുടെയാണ് മെയിൻ പ്രശ്നം. ആന പിന്നെ ഉണ്ടെങ്കിലും നമുക്ക് കുറച്ച് ഇവിടുന്ന് കണ്ടു കഴിഞ്ഞാൽ മാറിയൊക്കെ പോകാം. കടുവയെ അങ്ങനെ പറ്റുമല്ലോ, അല്ല കാപ്പിൻ്റെ അടിയിൽ എവിടെയെങ്കിലും കടന്നു കഴിഞ്ഞാൽ എല്ലാം വലിയ പ്രശ്നമാണ്. എല്ലാം പേടിച്ചിട്ട് അങ്ങോട്ടും ഇറങ്ങാൻ പറ്റുമല്ലോ. അപ്പോൾ കാപ്പി പറിക്കുന്നൊക്കെ തന്നെ വീടിന് അടുത്തൂടെ കയ്യിലൊക്കെ ഉള്ള കാപ്പിയൊക്കെ നമ്മൾ പറിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഉള്ള പഴുത്തൊക്കെ ആയിരിക്കാം. ഇപ്പോൾ പറിക്കേണ്ട സമയങ്ങളാണ് ഇനി. അപ്പോൾ എങ്ങനെയായാലും ഒന്ന് പിടിച്ചു പോയാൽ മതിയായിരുന്നു ഇവിടുന്ന്. കാപ്പിക്കുരു പറിക്കൽ കൃത്യസമയത്ത് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ അടുത്ത വിളവെടുപ്പിനെ അത് ബാധിക്കും. ഈ ആശങ്ക ഇവരുടെ മാത്രമല്ല. അതിനാൽ പ്രജീഷിനെ കൊന്ന കടുവയ്ക്ക് പിടിവീഴണം, വൈകരുതെന്ന് പറയുന്നുണ്ടിവർ. റിബിൻ ജോൺ പാലേരിക്കൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.
കാലിക്കറ്റ് സർവകലാശാലയിൽ SFI പ്രവർത്തകർ യോഗം ചേരുന്നു. സംസ്ഥാന സെക്രട്ടറി PM ആർഷോ, പ്രസിഡന്റ് അനുശ്രീ എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം. പ്രവർത്തകരിൽ പലരും കറുത്ത വസ്ത്രമണിഞ്ഞാണ് ക്യാമ്പസിലെത്തിയത്. യോഗം കഴിഞ്ഞു എന്ന് തോന്നുന്നു. അരുൺ പാറക്കലാണ് ആ വാർത്തയുടെ വിവരങ്ങളും വെച്ചിരുന്നത്. അരുൺ, ഏത് രീതിയിൽ വൈകിട്ടത്തെ സമരം പ്ലാൻ ചെയ്യുന്നു? കാര്യം ഗവർണർ വണ്ടിക്കടുത്തോട്ട് കരിങ്കൊടുക്കാർ വന്നാൽ ഇറങ്ങി നിൽക്കും, പ്രതിഷേധിക്കും. ഗവർണർ വേറൊരു തരത്തിൽ വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് അവരുടെ സമരം പ്ലാനിങ്, അരുൺ? ഹാഷ്മി, പ്രതിഷേധങ്ങളെ വകവയ്ക്കാതെ ക്യാമ്പസിലേക്ക് എത്തുക എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുള്ളത്. ഡൽഹിയിൽ നിന്നുള്ള അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട സമയത്തും അതുതന്നെയാണ് വ്യക്തമാക്കിയത്. എന്തായാലും SFI പ്രവർത്തകർ ഈ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട്, അതായത് ഗവർണറെ ക്യാമ്പസിനുള്ളിൽ കാല് കുത്തിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് SFI പ്രവർത്തകരുള്ള. SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ, സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ആർഷോ ഇന്നലെ രാത്രി തന്നെ ക്യാമ്പസിലെത്തി സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തുന്നു, പദ്ധതികൾ ഇടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല SFI പ്രവർത്തകരും ക്യാമ്പസിനുള്ളിൽ കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് എത്തിയിട്ടുണ്ട്. രാവിലെ കേന്ദ്ര കമ്മിറ്റി അംഗമായ PH ഹസൻ മുബാറക് ഉൾപ്പെടെയുള്ളവർ ക്യാമ്പസിലേക്ക് എത്തിയിരുന്നു. കറുത്ത വസ്ത്രമാണ്, യാദൃച്ഛികമായാണ് ഇത്തരത്തിലുള്ള വസ്ത്രം അണിഞ്ഞിരിക്കുന്നത് SFI പ്രവർത്തകർ പറയുന്നുണ്ടെങ്കിലും അത് ഈ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഗവർണറെ പ്രതിഷേധിക്കാൻ വേണ്ടിയാണ് ഈ കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും SFIയുടെ യോഗം കുറച്ച് മുൻപ് ഉണ്ടായിരുന്നു. ഏകദേശം അരമണിക്കൂറോളം SFI സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ക്യാമ്പസിലെ യൂണിയൻ ഓഫീസിനുള്ളിൽ യോഗം ചേർന്നിരുന്നു. യോഗം ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. എന്തായാലും ശക്തമായ പ്രതിഷേധം അതെ ക്യാൻറ്റീൻ പരിസരമാണ് ഹാഷ്മി. എന്തായാലും കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ SFI പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ട് ശക്തമായ പ്രതിഷേധത്തിനാണ് SFI പദ്ധതിയിടുന്നത്. മലപ്പുറം SP നേതൃത്വത്തിൽ 300-ലധികം പോലീസുകാരെ ക്യാമ്പസിനകത്തും പുറത്തും സുരക്ഷയ്ക്കായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ശക്തമായ സുരക്ഷ പോലീസിനെ സംബന്ധിച്ച് ഇതൊരു ആശങ്കയാണ്. പോലീസാണ് വിഷമവൃത്തത്തിലായിരിക്കുന്നത്. ഒരു പക്ഷത്തെ ഭരണഘടനാ തലവനും മറുവശത്തെ ഭരണഘടനാ വിദ്യാർത്ഥി സംഘടനയും തമ്മിലുള്ള പോരാണ്. ഈ പോര് രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസുകാരെ കരിങ്കൊടി പ്രതിഷേധ പശ്ചാത്തലത്തിൽ കരുതൽ തടങ്കൽ എടുക്കുന്നത് പോലെ എന്തായാലും SFI നേതാക്കളോ പ്രവർത്തകരോ കരുതൽ തടങ്കൽ എടുക്കും എന്ന് കരുതേണ്ടല്ലോ അല്ലേ? കഴിഞ്ഞ ദിവസം മലപ്പുറം SP-യുമായി ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. DYSP മൂസയാണ്, കൊണ്ടോട്ടി DYSP മൂസയ്ക്കും സ്പെഷ്യൽ ബ്രാഞ്ച് DYSP-ക്കുമാണ് ഈ ക്യാമ്പസിനകത്തെ സുരക്ഷാ ചുമതലയുള്ളത്. സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് വേണ്ടി മലപ്പുറം SP S ശശിധരൻ തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നുണ്ട്. ഈ കരുതൽ തടങ്കൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അത് എപ്പോഴാണ്, എങ്ങനെയാണ് എന്ന് സംബന്ധിച്ച ഒരു വ്യക്തതയില്ല. ക്യാമ്പസിനകത്തെ SFI സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ക്യാമ്പസിനകത്ത് ഈ ഗസ്റ്റ് ഹൗസിൻ്റെ തൊട്ടുപുറകിലാണ് മെൻസ് ഹോസ്റ്റലുള്ളത്. ഈ പ്രദേശത്തൊക്കെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും കരുതൽ തടങ്കൽ നടപടികളിലേക്കൊന്നും പോലീസ് കടന്നിട്ടില്ല. ഇനി അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാവുമോ എന്ന കാര്യങ്ങൾ തന്നെ ശ്രദ്ധേയമാണ്. അത് അവരും ഉറ്റുനോക്കുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം SFIയുടെ ഒരു പ്രതിഷേധം ഇവിടെ ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹാഷ്മി. ഓക്കെ, അരുൺ പാറക്കലാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്ന് പറഞ്ഞാൽ അതിന് പിന്നിൽ ഈ പറഞ്ഞ ഒരു ടെൻഷനും കൺഫ്യൂഷനും ഇല്ലാതെ രണ്ടുപേരും ഊഞ്ഞാലാടുന്നുണ്ട്. അത് അവർ കൊള്ളാം. ഇവിടെ ആണെങ്കിൽ അരുൺ മാവുങ്കൽ ചോദിക്കുകയാണ്, ഗവർണർക്കെതിരായ കരിങ്കൊടി സമരത്തെ പഴയ SFIക്കാരെന്ന് പറയാറുള്ള ഹാഷ്മി എങ്ങനെ കാണുന്നു? അനിൽ മാവുങ്കൽ ചേട്ടാ, പണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള കരിങ്കൊടി സമരമൊക്കെ അധമ സമരമാണെന്നോ അല്ലെങ്കിൽ ഭീകരപ്രവർത്തനമാണെന്നോ ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത എന്തോ മാരക അതിക്രമമാണെന്നോ ആരും പറഞ്ഞിട്ടില്ല. അന്നതൊരു സ്വാഭാവിക ജനാധിപത്യ പ്രക്രിയയിലെ സാധാരണ സമരമാണ്. അക്കാലത്താണ് ഞാനൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയം നടത്തിയത്. എന്തായാലും ഹാഷ്മി കറുത്ത ഉടുപ്പാണല്ലോ എന്ന് പറയുന്നത്. ഇപ്പം എന്താണ് കരിങ്കൊടി പ്രതിഷേധ കാലത്തായതുകൊണ്ട് സമാധാനമായിട്ടൊരു ഇഷ്ടമുള്ള നിറവുകൾ കറുപ്പ് ഷർട്ട് ഇടാൻ പോലും പറ്റാത്ത അവസ്ഥ. എന്ത് ചെയ്യാല്ലേ? വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമ്മുടെ വാർത്തായാത്രയുടെ അവസാന ഭാഗത്തിലേക്ക് പോവുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ ചോറൊക്കെ ഉണ്ട് എന്ന് കരുതുകയാണ്. ചോറുണ്ടാത്തവർ 2:30 മുമ്പ് മസ്റ്റാർഡ് ഭക്ഷണം കഴിച്ചിരിക്കണം. ഇപ്പോൾ വരുന്ന വാർത്ത, ഗൺമാന്റെ ക്രൂരമർദ്ദനത്തിൽ DGP, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ, കേരള ഗവർണർ എന്നിവർക്ക് പരാതി എന്നുള്ളതാണ്. കോൺഗ്രസ് ആലപ്പുഴ ബ്ലോക്ക് സെക്രട്ടറി സജിൻ ഷെരീഫാണ് പരാതി കൊടുത്തത്. കൊടൈക്കനാലിൽ ലഹരി വിൽപ്പനയ്ക്കിടെ 7 മലയാളി യുവാക്കൾ പിടിയിൽ. സംഘത്തിൽ നിന്ന് കഞ്ചാവ്, മയക്കുകൂൺ, മെത്താഫിറ്റമിൻ എന്നിവ പിടിച്ചെടുത്തു. പിടിയിലായ തിരുവനന്തപുരം സ്വദേശികളിൽ ഒരാൾക്ക് പ്രായപൂർത്തിയായിട്ടുമില്ല. മനേഷ് മൂർത്തി വിവരങ്ങൾ ചെയ്യുന്നു. മനേഷ്, സംഭവത്തെപ്പറ്റി പോലീസ് പറഞ്ഞത് എന്താണ്? ഇവർ ഏതെങ്കിലും ലോബിയുടെയോ ഏതെങ്കിലും സംഘത്തിലെയോ കണ്ണികളാണോ? എങ്ങനെയാണ് ഇവരോട് പോയി പെട്ടത്? മനേഷ്. ഹാഷ്മി, ഒരു കോട്ടേജ് എടുത്ത് അവിടെ ഈ സഞ്ചാരികളെ എത്തിക്കുന്ന ജോലി അവിടെ കോട്ടേജ് ലീസിനെടുത്ത് നടത്തുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഈ 7 പേരും ചേർന്ന്
അവിടെ ഒരു കോട്ടേജ്, കൊടൈക്കനാലിൽ ഒരു കോട്ടേജ് ലീസിനെടുത്ത് നടത്തുകയായിരുന്നു. ഈ കോട്ടേജ് കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിൽപ്പന വ്യാപകമാണ് എന്നുള്ളൊരു പരാതി പോലീസിൽ ലഭിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ പരിശോധന നടത്തുന്നത്. ഇവരിൽ നിന്നും പിടിച്ചെടുത്തത് 50 ഗ്രാം 800 ഗ്രാം കഞ്ചാവാണ്. അതുപോലെ തന്നെ 2 കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയിട്ടുണ്ട്. 50 ഗ്രാം മയക്കുകൂൺ കണ്ടെത്തിയിട്ടുണ്ട്. മാജിക് മഷ്റൂം എന്ന് വിളിക്കുന്ന മയക്കുകൂൺ കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ ചെറിയൊരളവിൽ മെത്താംഫെറ്റാമിൻ, ഇവയാണ് ഇവരിൽ നിന്നും കണ്ടെടുത്തത്. അറസ്റ്റിലായവർ തിരുവനന്തപുരം സ്വദേശികളാണെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അനീസ് ഖാൻ, ആൻസ് ജോസ്, ജെയ്സൺ, ഡൊമിനിക് പീറ്റർ, അഖിൽ ഫെർണാണ്ടസ്, ജോൺ എന്നിവരുൾപ്പെടെ ഒരു പ്രായപൂർത്തിയാവാത്ത ആളും പിടിയിലായിട്ടുണ്ട്. എന്തോ ശബ്ദത്തിന് പ്രശ്നമുണ്ട്, ഓഡിയോയ്ക്ക് പ്രശ്നമുണ്ട്. എന്നാൽ കൊടൈക്കനാലിലാണ് മലയാളികളടക്കം പിടിയിലായത്. അതിൽ ഒരാൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വേറൊരു വാർത്ത വരുന്നുണ്ട് കേട്ടോ. ലഹരിയിൽ ടയർ പോലും ഇല്ലാതെ കാർ ഓടിച്ച് നിരവധി വാഹനങ്ങൾ ഇടിച്ചു തകർത്തു എന്നുള്ളതാണ്. അല്പസമയത്തിനകം ദൃശ്യങ്ങൾ കാണിക്കാമെന്ന് തോന്നുന്നു. സംഭവം ചേർത്തലയിലാണ്. വാഹനം ഓടിച്ച അമിത ലഹരിയിലായ യുവാവാണ്. അരൂക്കുറ്റി റൂട്ടിൽ പൂച്ചാക്കൽ മുതലായിരുന്നു യുവാവിൻ്റെ അപായ യാത്ര. ആ ദൃശ്യങ്ങൾ വരട്ടെ, പ്രേക്ഷകരെ കാണിക്കുകയും ചെയ്യാം. സമൂഹത്തിലെ ദുർബല വിഭാഗത്തിന് സ്ഥിര വരുമാനം ലക്ഷ്യമിട്ട് ആരംഭിച്ച ഭാഗ്യക്കുറിയുടെ യഥാർത്ഥ ഗുണഭോക്താക്കൾ ആരാണ്? ഏജൻസികൾ കൂട്ടത്തോടെ ടിക്കറ്റ് സ്വന്തമാക്കുമ്പോൾ അതിദരിദ്രരുടെ സാഹചര്യം എന്താണെന്ന് അന്വേഷിക്കുകയാണ് 24. പാലക്കാട് ജില്ലയിൽ മാത്രം 7886 ഏജന്റുമാരിൽ 179 പേർക്ക് മാത്രമാണ് ദിനംപ്രതി 100-ൽ കൂടുതൽ ടിക്കറ്റ് ലഭിക്കുന്നത് എന്നാണ് വിവരാവകാശ രേഖ. 24 എക്സ്ക്ലൂസീവ്. പാലക്കാട് ജില്ലയിൽ മാത്രം ആകെയുള്ളത് 7886 ഏജന്റുമാർ. ഇതിൽ ഭിന്നശേഷിക്കാർ വെറും 74 പേർ. വൻകിട ഏജൻസികൾ വിൽക്കുന്നത് 4,41,000-ഓളം ടിക്കറ്റുകൾ. പ്രതിദിനം 100-ൽ കൂടുതൽ ടിക്കറ്റുകൾ ലഭിക്കുന്നത് കേവലം 179 പേർക്ക് മാത്രം. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. നമ്മൾ റോഡരികിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ കാണുന്ന ദരിദ്രരായ വിൽപ്പനക്കാർക്ക് ലഭിക്കുന്നത് തുച്ഛമായ ടിക്കറ്റുകളും കമ്മീഷനുകളും. ലോട്ടറി വിൽപ്പനയുടെ സിംഹഭാഗവും സ്വന്തമാക്കുന്നതാകട്ടെ വൻകിടക്കാരും. ലോട്ടറി ന്യൂനപക്ഷം വരുന്ന വൻകിട ഏജന്റുമാരുടെ കയ്യിലാണെന്നാണ് രേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. 100 ടിക്കറ്റിലധികം ലഭിക്കുന്നത് 179 ഏജന്റുമാർക്കുമാണ് മാത്രമാണ് ഈ 100 ടിക്കറ്റിലധികം ലഭിക്കുന്നത്. ബാക്കിയുള്ള ആയിരക്കണക്കിന് ആളുകൾക്ക് ടിക്കറ്റ് തന്നെ ലഭിക്കുന്നില്ല എന്നതാണ് അതിൻ്റെ വസ്തുത. ഇതിനൊരു മാറ്റം ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. ടിക്കറ്റുകളുടെ വലിയ ഭാഗവും വൻകിട ഏജന്റുമാരുടെ കൈകളിലാണെന്ന് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. ഏജൻസി എടുക്കുന്ന എല്ലാവർക്കും ടിക്കറ്റ് നൽകാൻ ലോട്ടറി വകുപ്പ് തയ്യാറാകണമെന്നാണ് മേഖലയിലുള്ളവരുടെ ആവശ്യം. ഇവിടെ ലോട്ടറിയുടെ ഏജന്റുമാർക്ക് കൊടുക്കുന്നില്ല എന്നും ലോട്ടറിയുടെ ഏജന്റുമാരുടെ എണ്ണം വർദ്ധിപ്പിച്ച് കാണിച്ചുകൊണ്ട് ആ കിട്ടുന്ന ലോട്ടറി വൻകിട ലോട്ടറിക്കാരെ സഹായിക്കാൻ വേണ്ടി ജില്ലാ ലോട്ടറിയുടെ ഓഫീസിൽ നിന്നും ഈ നീക്കങ്ങൾ നടക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞങ്ങളുടെ ആവശ്യം ആര് ഏജന്റാണോ ആര് ഏജന്റ് എടുത്തിട്ടുണ്ടോ ഗവൺമെൻറ് ഏജന്റ് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായ ലോട്ടറി കൊടുക്കാനുള്ള സംവിധാനം ജില്ലാ ഓഫീസിലുണ്ടാകണം. വൻകിടക്കാരുടെ ക്വാട്ട വെട്ടിക്കുറച്ച് ഭിന്നശേഷിക്കാരായ ആളുകൾക്കടക്കം കൂടുതൽ ടിക്കറ്റുകൾ നൽകാൻ വകുപ്പ് തയ്യാറാകണമെന്നാണ് ഈ മേഖലയിലുള്ളവർ പറയുന്നത്. 1967 ഭാഗ്യക്കുറി സംവിധാനം നിലവിൽ വരുമ്പോൾ എടുത്തിരുന്ന നിലപാടിന് നേരെ വിപരീതമാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. ഇത് പാലക്കാട്ട് മാത്രം കാര്യമല്ല, സംസ്ഥാനത്തുടനീളം ഇത് തന്നെയാണ് അവസ്ഥ. ഈ സാഹചര്യത്തിനാണ് മാറ്റം വരേണ്ടത്. പാലക്കാട് നിന്ന് രാജീവ് സുദേവിനൊപ്പം നിഖിൽ പ്രമേഷ്, 24. സുരേഷ് കെയർ പറയുന്നു, എനിക്ക് ലോട്ടറി ലൈസൻസ് ഉണ്ട്, കൽപ്പറ്റ ഓഫീസിൽ പോയാൽ 25 ടിക്കറ്റ് തരികയുള്ളൂ എന്ന് പറയുന്നു. അർജുൻ പറയുന്നു ലോട്ടറി മേഖല തകർക്കുകയാണ് ഏജൻസികൾ. അപ്പോൾ സമാന മനസ്കർ ഒരുപാട് പേരുണ്ട് എന്ന കമന്റുകളിൽ നിന്നും വ്യക്തമാവുന്നുണ്ട്. കൊച്ചി അളമക്കരയിലെ ലോഡ്ജിൽ കൊല്ലപ്പെട്ട 1.5 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ സംസ്കാരം പോലീസും നഗരസഭയും ചേർന്ന് നടത്തി. പുല്ലേപ്പടിയിലെ പൊതുശ്മശാനത്തിലായിരുന്നു സംസ്കാരം. കുഞ്ഞിന്റെ മൃതദേഹം ഏറ്റെടുക്കാൻ ആരുമെത്താത്തതിനാൽ പോലീസ് മുൻകൈയെടുത്ത് സംസ്കാരം നടത്തി. ആരുമുണ്ടാകാതിരുന്നില്ല. പോലീസും നഗരസഭാ കൗൺസിലർമാരും വിവരമറിഞ്ഞെത്തിയ നാട്ടുകാരും ചേർന്നാണ് വിട നൽകിയത്. പുല്ലേപ്പടിയിലെ പൊതുശ്മശാനത്തിലെത്തിച്ച മൃതദേഹത്തിൽ
പോലീസുകാരും നഗരസഭാ കൗൺസിലർമാരും പൂക്കളർപ്പിച്ചു. വിവരമറിഞ്ഞെത്തിയ നാട്ടുകാർ വിതുമ്പി. ഈ കുട്ടിക്ക് ആരുമില്ല എന്ന് ലോകം പറയുമ്പോൾ ഞങ്ങളെല്ലാവരുമുണ്ട്. നഗരസഭ, പൊതുപ്രവർത്തകർ, പോലീസ്, മാധ്യമങ്ങൾ ഉൾപ്പെടെ ഒരു സമൂഹം ഈ കുട്ടിയുടെ രക്ഷകർത്താക്കളായി ഇന്നിവിടെ പങ്കെടുത്തിരിക്കുകയാണ്. കരയാൻ പോലും ഞാൻ വിചാരിച്ച ഒരു അമ്മ ഇവിടെ കരയാനെത്തി. എവിടെ നിന്ന് വന്നാന്ന് അറിയില്ല, നമ്മൾ അറിയിച്ച പോലുമല്ല. പക്ഷെ അമ്മയുടെ അവരുടെ മനസ്സിൽ കൊണ്ടുള്ള ഒരു കരച്ചിലാണ് നമ്മൾ കണ്ടത്. ഈ ഒരു കുഞ്ഞിനെ കണ്ടതിനപ്പോ ഇത്ര നാളത്തെ ഒരു ഇതുപോലെയല്ല ഇപ്പൊ കണ്ടത്. അത് നമ്മളെ കൈവെള്ളിലും ചിരിക്കുന്ന ഒരു കൊച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. ആ കൊച്ചുപെട്ടിയിൽ തണുപ്പേറ്റ് ചേതനേറ്റുകിടന്ന കുഞ്ഞു ശരീരത്തിനൊപ്പം പോലീസുകാർ വാങ്ങിയ കളിപ്പാട്ടവും വെച്ചാണ് യാത്രയാക്കിയത്. ഡിസംബർ 3-നാണ് 1.5 മാസം പ്രായമുള്ള കുഞ്ഞ് അതിക്രൂരമായി കൊല്ലപ്പെട്ടത്. മാതാവ് അശ്വതിയും സുഹൃത്ത് ഷാനിഫും ചേർന്ന് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. ഇരുവരും അഴിക്കുള്ളിലാണ്. മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ഏറ്റുവാങ്ങാൻ കുഞ്ഞിന്റെ പിതാവും വിസമ്മതിച്ചതോടെയാണ് പോലീസ് മുൻകൈയെടുത്ത് സംസ്കാരം നടത്തിയത്. 24 കൊച്ചി. സമാനതകളില്ലാത്ത വലിയ പീഡനം ആ കുഞ്ഞ് ഏറ്റുവാങ്ങിയിരുന്നു. മുട്ടിൽ തലയിടിച്ചാണ് കൊന്നത് എന്നൊക്കെയുള്ള വാർത്തകൾ വന്നതാണ്. മാത്രമല്ല, കുഞ്ഞിൻ്റെ മൃതദേഹം ഏറ്റെടുക്കാനോ സംസ്കരിക്കാനോ അവസാനമായൊരു അന്ത്യയാത്ര നൽകാനോ ആരും ഉണ്ടായില്ല. പോലീസുകാർ അത് ചെയ്തു. മാത്രമല്ല, ഒരു പോലീസുകാരൻ്റെ കയ്യിൽ കുഞ്ഞിന് വേണ്ടി വാങ്ങിയൊരു കിലുക്കി ഉണ്ട്. അത് വലിയ സങ്കടമുണ്ടാക്കുന്ന, വേദന ഉണ്ടാക്കുന്ന ഒരു ദൃശ്യമായതും മനസ്സിൽ നിന്ന് മാറാത്ത വിങ്ങലായി മലയാളിയുടെ മനസ്സിൽ നിൽക്കുകയും ചെയ്യും ആ ദൃശ്യം. 1.5 മണിക്കൂർ നിന്ന വാർത്തായാത്ര തൽക്കാലം പൂർണ്ണമാകുന്നു. നാളെ നമ്മൾ ഉച്ചയ്ക്ക് ഒരുപാട് ഇഷ്ടംപോലെ വാർത്തകളും തലക്കെട്ടുകളുമായി വീണ്ടും കാണും. വൈകിട്ട് ഭാരത് മാതാ കോളേജ് ഗ്രൗണ്ടിൽ DV9 വരുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെയും കാണും.